ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. നമ്മുടെ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ടുള്ള ടർബോ ബാച്ചിനായിട്ടുള്ള ജോഗ്രഫിയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായ സോയിൽസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ആണ് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സോയിൽസ് എന്ന് പറയുന്നത് എപ്പോഴും എക്സാമിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ഡിവിഷനിൽ വരുന്നത് കൊണ്ട് തന്നെയാണ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും ബേസിൽ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് എന്താണ് സോയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മണ്ണെന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ ആണ്. നമുക്ക് പ്ലാന്റിന്റെ വളർച്ചയ്ക്കായാലും എന്തൊരു കാര്യത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് എന്താണ്? സോയിലാണ്. അപ്പോൾ സോയിൽ ഈസ് ദ ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത് സർഫസ്. എർത്തിന്റെ സർഫസിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ ആയിട്ടാണ് എന്തിനെ പറയുന്നത്? സോയിലിനെ പറയുന്നത്. അങ്ങനെയൊന്നും നിങ്ങളടുത്ത് ചോദിക്കില്ല, എന്നാലും ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഇത്രയും പോയിന്റ്സ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. വെതറിങ് ഓഫ് റോക്സിൽ നിന്നുള്ള ട്രാൻസ്ഫോർമേഷൻ ആയിട്ടാണ് എന്ത് നടന്നിട്ടുള്ളത്? സോയിൽസിന്റെ ഡെവലപ്മെന്റ് ഉണ്ടായിട്ട് അത് എത്രയോ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ടാണ് ആ ഒരു സോയിൽ ഫോർമേഷൻ വരുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ഡിസിൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള റോക്സ്, ചിതറി കഴിഞ്ഞ റോക്കുകളുടെയും അതുപോലെ മിനറൽസുകളുടെയും ഓർഗാനിക് മാറ്റേഴ്സ് ഏറ്റവും ഡീകമ്പോസ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ് ശരിക്കും പറഞ്ഞാൽ. പ്ലാന്റ്സ് ആയിക്കോട്ടെ, അനിമൽ വേസ്റ്റുകളായിട്ട് ഇതിൻ്റെ എല്ലാം ഫൈനൽ ഒരു ഡീകമ്പോസ്ഡ് ഒരു മാറ്റർ ആണ് എന്തെന്ന് പറയുന്നത്, ഒരു മിക്സ്ചർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോയിൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഓർഗാനിക് മാറ്റർ, ബാക്ടീരിയ, ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ അറിയാലോ ഏറ്റവും ഓർഗാനിക് കണ്ടൻസ്, ഏറ്റവും നമ്മുടെ ഈ പറയുന്ന ഡീക്കേ ചെയ്ത് കഴിഞ്ഞ പ്ലാന്റ്സ്, അനിമൽ വേസ്റ്റുകളൊക്കെ ഫൈനലി ഒരു നല്ലൊരു ഫലഭൂഷ്ടമായിട്ടുള്ള ഒരു ഓർഗാനിക് മാറ്റർ ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ ഹ്യൂമസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ അതാണ് എ മിക്സ്ചർ ഓഫ് ഡിസിൻറ്റഗ്രേറ്റഡ് റോക്സ്, മിനറൽസ്, ഓർഗാനിക് മാറ്റർ, ബാക്ടീരിയ ആൻഡ് ഹ്യൂമസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഒരു ലൂസ് മെറ്റീരിയൽ ആണ് ദാറ്റ് കവേഴ്സ് ദ എർത്ത് സർഫസ് ഇൻ മോസ്റ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. എല്ലാ വേൾഡിലും എന്താണ്? സോയിൽ എന്ന് പറയുന്നത് ഒരു ലൂസ് മെറ്റീരിയൽ ആണ്. അതെന്താണ്? എർത്തിന്റെ സർഫസിനെ മൊത്തവും കവർ ചെയ്യുന്നത് എന്ത് തന്നെയാണ്? സോയിൽ കൊണ്ടാണ്. ഇറ്റ് ഗീവ്സ് പ്ലാന്റ്സ് ദ ന്യൂട്രിയൻസ്. ഇത് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്താണ്? ഇറ്റ് ഗീവ്സ് പ്ലാന്റ്സ് ദ ന്യൂട്രിയൻസ് ദ നീഡ് ടു ഗ്രോ ആൻഡ് പ്ലാന്റ്സ് ഗീവ് പീപ്പിൾ ആൻഡ് അനിമൽസ് ഫുഡ് ടു ലിവ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു ബേസ് ആണ് ശരിക്കും പറഞ്ഞാൽ സോയിൽ എന്ന് പറയുന്നത് അല്ലേ. ഏറ്റവും ബേസ് ആണ്. പ്ലാന്റ്സിന് ന്യൂട്രിയൻസ് കൊടുത്ത് അതേ വഴി നമുക്ക് എന്ത് ചെയ്യും? ഈ പ്ലാന്റ്സ് എന്ത് ചെയ്യും? പീപ്പിളിനും അതുപോലെ തന്നെ ഹ്യൂമൻസിനായിക്കോട്ടെ അനിമൽസിനായിക്കോട്ടെ ഫുഡ് കൊടുക്കുന്നത് ആ ഒരു സോഴ്സിൽ നിന്നാണ്. അപ്പോൾ സോയിൽ ഓൾസോ പ്രൊവൈഡ്സ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോം ഫോർ അനിമൽസ് ആണ് ആൻഡ് തിങ്സ് വി യൂസ് എവറി ഡേ. പല കാര്യങ്ങൾക്കും നമ്മൾ ഈ സോയിൽ എന്തിനുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. എല്ലാത്തിൻ്റെയും അടിത്തറയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മോർ ദാൻ ജസ്റ്റ് ഡാറ്റ് soil is a valuable natural resource that serve as the basis for life as we know it is on earth. എർത്തിൽ ഏറ്റവും ബേസിക് നമ്മൾ വാട്ടറിനെ എത്രത്തോളം പ്രഷ്യസ് ആയിട്ട് കാണുന്നോ അത്രയും പ്രഷ്യസ് ആയിട്ട് കാണേണ്ട ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു എലമെന്റ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? സോയിൽ എന്ന് പറയുന്നത്. ആ ഒരു കാര്യം ആലോചിക്കുക. ഇനി എങ്ങനെയാണ് സോയിൽ ഉണ്ടാവുന്നത്? വെതറിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ. നമ്മുടെ പാറകൾ തമ്മിൽ എന്ത് ചെയ്യുന്നത്? ഡീകമ്പോസ് ചെയ്ത് ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഡീക്കേ ആയിട്ട് അതിൻ്റെ ഇതിൽ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഹൈ ടെമ്പറേച്ചർ വഴിയും ഫ്രോസ്റ്റ് ആക്ഷൻ വഴിയും പ്ലാന്റ് അനിമൽ വഴിയൊക്കെ എന്ത് ചെയ്യുന്നത്? ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എത്ര വർഷം, ഹൺഡ്രഡ്സ് ആൻഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കും. ഏറ്റവും ഫസ്റ്റ്ലി നടക്കുന്ന ഒരു കാര്യമല്ല, അതൊരു പ്രോസസ്സാണ്. ബൈ സ്റ്റെപ്പ് പ്രോസസ്സായിട്ട് അത് കൃത്യമായി നടന്നു വരുന്നതാണ്. എത്രയോ തൗസൻഡ് ആൻഡ് ഇയേഴ്സ് ബാക്ക് ആയിട്ട് ഇതേ പ്രോസസ്സ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സോയിൽസിന് എന്തുണ്ട്? അലൂവിയൽ, ബ്ലാക്ക്, റെഡ്, ലാറ്ററൈറ്റ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള സോയിൽ ഗ്രൂപ്പ്സും ഉണ്ട്. അതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ഇപ്പോൾ MCQ മോഡലിലാണ് നമുക്ക് എന്ത് വരുന്നത്? എക്സാം ഓറിയന്റേഷനിൽ നമുക്ക് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ എക്സാം ലെവലിൽ നോക്കുകയാണെങ്കിൽ എന്താണ് സ്റ്റഡി ഓഫ് സോയിൽ എന്ന് ചോദിക്കാറുണ്ട്. അതെന്താണ് സ്റ്റഡി ഓഫ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പെഡോളജി എന്ന് പറയുന്ന വിഭാഗത്തിലാണ് സോയിൽ സ്റ്റഡി വരുന്നത്. എന്താണ്? പെഡോളജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സോയിലിനെ കുറിച്ചിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു സ്റ്റഡിയെ നമ്മൾ പറയുന്നത് പെഡോളജി എന്നാണ്. എന്നാൽ പെട്രോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്രോളജി സ്റ്റഡി ഓഫ് റോക്സ് ആണ്. കാരണം റോക്കിനെ കുറിച്ച് പഠിക്കേണ്ട കാര്യം എന്താ? സോയിൽ ഉണ്ടാവുന്ന എന്തിൽ നിന്നാണ്? റോക്കിന്റെ വിക്ഷേപണത്തിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃത്യമായി പറയണം റോക്കിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? സോയിൽ ഉണ്ടാവുന്നത്. അപ്പൊ സ്റ്റഡി ഓഫ് റോക്സ് എന്ന് പറഞ്ഞാൽ പെട്രോളജിയും സ്റ്റഡി ഓഫ് സോയിൽ എന്ന് പറയുന്നത് പെഡോളജിയുമാണ്. സ്റ്റഡി ഓഫ് സോയിൽ ഫോർമേഷൻ, ഇനി എങ്ങനെയൊക്കെയാണ് ഈ സോയിൽ ഫോം ചെയ്യുന്നത്? കാരണം ഓരോ ലെയർ ആയിട്ട് ഇത് ഫോം ചെയ്യണം. അപ്പൊ അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? പെഡോജെനസിസ്.
പെഡോജെനസിസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ആ കൃത്യമായിട്ടുള്ള ലെയറിങ് ഉണ്ടാവുന്നത്. സോയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ ലെയർ അല്ല, അതിനുള്ളിൽ ഒരുപാട് ലെയേഴ്സ് കൊണ്ടാണ് അതിനെ എന്ത് ചെയ്തിരിക്കുന്നത്, കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സോയിൽ ഫോർമേഷന്റെ കാര്യങ്ങൾ പറയുന്നത് പെഡോജെനസിസിലാണ്. ഇനി അടുത്ത വേൾഡ് സോയിൽ ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. അത് 5th ഡിസംബറിനാണ്. ഡിസംബർ 5-നാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വേൾഡ് സോയിൽ ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഓക്കെ, സോയിൽ ഡേ എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്, ഡിസംബർ 5-ആണ്. ഡിസംബർ 5-ആണ്. ഇനി സോയിൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. സോയിൽ സർവേ ഒക്കെ നടത്താൻ എല്ലാ ഫെർട്ടൈൽ ആണോ, ബാരൻ ലാൻഡ് ആണോ, എന്ത് ടൈപ്പ് ഓഫ് സോയിലാണ്, ഇങ്ങനെയൊക്കെ ഉള്ള സർവേസ് എപ്പോഴും കണ്ടക്ട് ചെയ്യാറുണ്ട്. ഏറ്റവും അഗ്രികൾച്ചറിനൊക്കെ വേണ്ടിയിട്ടുള്ള പറ്റിയ മണ്ണാണോ എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യാറുണ്ട്. കാരണം സോയിലിൻ്റെ കണ്ടന്റും അസിഡിറ്റി നേച്ചറും അതിലുണ്ടാവുന്ന മിനറൽസിന്റെ കണ്ടന്റും എല്ലാം അവർക്ക് ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന നമ്മൾ ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് പോലെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റുള്ളൂ, ഈ സോയിലിനെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവർ എന്ത് ചെയ്യാറുണ്ട്, നോക്കാറുണ്ട്. അങ്ങനെ സോയിൽ സർവേ ഓഫ് ഇന്ത്യ എന്നാണ് നിലകൊണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1956-ലാണ്. എന്നാണ് 1956-ലാണ് സോയിൽ സർവേ ഓഫ് ഇന്ത്യ. പക്ഷെ ഇപ്പൊ അത് എന്താണ്, കുറച്ചും കൂടെ ഇംപ്രൂവ് ആയി ഒരു പുതിയൊരു സംഘടനയായിട്ട് മാറിയിട്ടുണ്ട്. എന്താണ് അത് വന്നത്, എന്താണ്, സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ വന്നത് 1958-ലാണ്. 1958-ല്. അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ രണ്ടും ഉണ്ട്. എന്നാൽ നിങ്ങൾ കൃത്യമായി പഠിക്കേണ്ട സോയിൽ ആൻഡ് ലാൻഡ് യൂസ് എന്താണ് സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 1958-ലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത് ചോദിക്കും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് എവിടെയാണെന്ന്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭോപ്പാളിലാണ്. മധ്യപ്രദേശിലെ ഭോപ്പാളിലാണ് ഏത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് എന്ന് പറയുന്നത് കേട്ടോ. അത് ആലോചിക്കുക. ഇനി അടുത്ത സോയിലിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മിനറൽ, ഏറ്റവും കുറവ് കാണുന്നത് ഏതെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏറ്റവും സിഗ്നിഫിക്കൻ്റ്ലി ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള, ഡെഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ കുറവ്, ഒട്ടും ഇല്ലാത്ത, സാന്നിധ്യം ഇല്ലാത്തത് എന്തിൻ്റെയാണ്, സിങ്കിൻ്റെ ആണ് കേട്ടോ. സോയിലിൽ ഏറ്റവും കുറവ് കാണുന്ന മിനറൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്, സിങ്ക് ആണ് കേട്ടോ, സിങ്ക് ആണ്. വിച്ച് മിനറൽ ഈസ് മോസ്റ്റ് അബണ്ടന്റ് ഇൻ സോയിൽ. സോയിലിൽ ഏറ്റവും കൂടുതൽ കാണുന്ന എലമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്, പൊട്ടാസ്യം ഉണ്ട്, അലുമിനിയം ഉണ്ട്, സിലിക്കൺ ഉണ്ട്, അയൺ ഉണ്ട് കേട്ടോ. അപ്പൊ സോയിലിൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യൻ സോയിൽസിൽ ഏറ്റവും കാണുന്ന അബണ്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടാസ്യം ഉണ്ട്, അതുപോലെ തന്നെ അലുമിനിയം ഉണ്ട്, സിലിക്കൺ ഉണ്ട്, അയൺ ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട് കേട്ടോ. അപ്പൊ പൊട്ടാസ്യം, അയൺ, സിലിക്കൺ, അലുമിനിയം ആണ് ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്. അതേസമയം ഏറ്റവും കുറവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, സിങ്ക് ആണ് കേട്ടോ, സിങ്ക് ആണ്. ഓക്കെ, ഇനി അടുത്ത് ഈ NPK എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാ മിനറൽസും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മിനറൽസും ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാന്റിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യപ്പെട്ട നൈട്രജൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് നമുക്ക് മണ്ണിലുണ്ടോ, ഇല്ല, അതിന്റെ പ്രസൻസേ ഇല്ല. നൈട്രജൻ എന്ന് പറഞ്ഞൊരു സാധനമേ നമുക്ക് എന്തില്ല, സോയിലില്ല. പക്ഷേ നൈട്രജൻ ആണ് ഏറ്റവും നെസസറി അല്ലെ, പ്ലാന്റിന്റെ ഡെവലപ്മെന്റിന് ഏറ്റവും നെസസറി ആണ്. റൂട്ട് ഫോർമേഷൻ പോലുള്ള പല കാര്യത്തിനും എന്താണ്, ആ നൈട്രജന്റെ പ്രസൻസ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് അല്ലേ. ഫെർട്ടിലൈസേഴ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം NPK എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ ഫെർട്ടിലൈസേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഉണ്ടാവേണ്ട എന്താണ്, NPK. N4 എന്താണ്, നൈട്രജൻ, അതുപോലെ എന്താ വേണ്ടേ, ഫോസ്ഫറസ്, നൈട്രജൻ, ഫോസ്ഫറസ്, അതുപോലെ എന്ത് വേണം, പൊട്ടാസ്യം. K4 എന്താണ്, പൊട്ടാസ്യം, പൊട്ടാസ്യം, പൊട്ടാഷ് എന്ന് പറയുന്ന പൊട്ടാസ്യം. ഓക്കെ, K അല്ലേ, കാലിയം, പൊട്ടാസ്യം. ഓക്കെ, അപ്പൊ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നുള്ള രീതിയിലാണ് എന്ത് വരുന്നത്, ഈ പറയുന്ന 4:1 കോമ്പോസിഷൻ. ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്, നൈട്രജന്റെ പ്രസൻസ്, പിന്നെ ഫോസ്ഫറസ് വേണം, അത് കഴിഞ്ഞ് എന്ത് വേണം, ഈ പറയുന്ന പൊട്ടാസ്യം. ഏറ്റവും കൂടുതൽ വേണ്ടതായിട്ടുള്ള എലമെന്റ് ആയിട്ടുള്ള പൊട്ടാസ്യം ആഡപ്പ് ചെയ്താണ് എന്ത് വരുന്നത്, നമ്മുടെ ഈ ഇൻസെക്ടിസൈഡ്സ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് പോലെ നമ്മുടെ വളം അങ്ങനെയൊക്കെ പറഞ്ഞു വരാറില്ലേ നമുക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പോസിഷൻ ആയിട്ടുള്ള ഫെർട്ടിലൈസർ ഒക്കെ വരുന്നത് എന്താ, ഇൻസെക്ടിസൈഡ്സും അങ്ങനെയല്ല, ഫെർട്ടിലൈസേഴ്സ് പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജൈവം നമ്മുടെ ഓർഗാനിക് മാറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് വരുന്നത്. അതും കൂടെ ഉണ്ടെങ്കിൽ എന്ത് വരത്തുള്ളൂ, പ്ലാന്റിന് അത്രത്തോളമുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവാറുള്ളൂ. കമ്പോസിഷൻ ഓൺ ഫെർട്ടിലൈസേഴ്സ് ആണ് എന്തൊക്കെ, NPK എന്ന് പറയുന്ന നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യമാണ്. നമ്മുടെ സാൻഡിൻ്റെ, അതായത് സോയിലിൻ്റെ ടെക്സ്ചർ അനുസരിച്ച്, അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് അനുസരിച്ച് അതിനെ 3 ആയിട്ടാണ് പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സാൻഡി നേച്ചറിലുള്ള സോയിലുണ്ട്, ക്ലേയി നേച്ചറിലുള്ള സോയിലുണ്ട്, ലോമി നേച്ചറിലുള്ള സോയിലുണ്ട്. ഈ 3 ടൈപ്പ് ഓഫ് സോയിലാണ്. ടൈപ്പ് ഓഫ് സോയിൽ എന്ന് പറഞ്ഞാൽ അതിനെ കാണുമ്പോൾ അതിൻ്റെ പ്രസൻസിൽ, അതിൻ്റെ ആ ഒരു ഫൈൻ പാർട്ടിക്കിൾസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അതിൻ്റെ പാർട്ടിക്കിൾ സൈസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ടൈപ്പാണ് സാൻഡി, ക്ലേയി, ലോമി. പാർട്ടിക്കിളിൻ്റെ സൈസിൽ നിന്ന്
നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഏതെന്ന് പറയുന്നത് ഈ ടൈപ്സുകൾ എന്ന് പറയുന്നത്. സാൻഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഗ് പാർട്ടിക്കിൾസ്. നമുക്ക് സാൻഡ് എന്ന് പറഞ്ഞ് കാണാറില്ല, ഏറ്റവും മേളിൽ കാണുന്ന അത്രയും പൊടി പോലെയുള്ള എന്താണ് റോക്കി ടെക്സ്ചറൊക്കെ ഉള്ള കുറേ സിൽറ്റ് പോലെയുള്ള കുറേ സംഭവങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന സാൻഡി ടെക്സ്ചർ എന്ന് പറയുന്നത്. സാൻഡ് പോലെ, മണല് പോലെ കിടക്കുന്ന കുറേ സാധനം. അതേസമയം ക്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലേ, നമ്മൾ ക്ലേന് കളിമണ്ണൊക്കെ പോലെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, ക്ലേ എന്നായിട്ട് യൂസ് ചെയ്യുന്ന, അതെന്താണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ എന്താണ് പാർട്ടിക്കിൾ സൈസ് കുറവാണ്. സാൻഡി എന്ന് പറയുമ്പോൾ ബിഗ് പാർട്ടിക്കിൾ സൈസ് ആണ്. സാൻഡി ബിഗ് പാർട്ടിക്കിൾ സൈസ് ആയതുകൊണ്ട് തന്നെ ഇതിനെന്തുണ്ട്? ഇടയിൽ സ്പേസ് ഉണ്ട്, സ്പേസ് അത്യാവശ്യമുണ്ട്. ഭയങ്കര എന്താണ് ലൂസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ലൂസ് ആയതുകൊണ്ട് തന്നെ സ്പേസും ഉണ്ട്, അതുകൊണ്ട് തന്നെ ലൂസ് ആയതുകൊണ്ട് അവിടെ ഇവിടെയല്ലേ കല്ലുകളുടെ അംശങ്ങളുള്ളൂ, കല്ലിൻ്റെ അംശം, ഇടയ്ക്കിടയ്ക്ക് സാൻഡ്, ആ ഒരു രീതിയിലല്ലേ അതിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലെയറിൽ കൂടെ എന്തുണ്ട്? വാട്ടർ എന്ത് ചെയ്യും? ഉള്ളിലോട്ട് പോകും. അപ്പോൾ വാട്ടറിനെ റിട്രീറ്റ് ചെയ്യാൻ പറ്റും, അതിനകത്ത് ഉള്ളിലൂടെ കയറി ഇറങ്ങാനായിട്ട് പറ്റും. ആ ഒരു സംഭവം ആലോചിക്കുക. സാൻഡിയിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതേസമയം ക്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്താണ്, ഫൈൻ പാർട്ടിക്കിൾസ് ആണ് ക്ലേയിൽ. ഫൈൻ പാർട്ടിക്കിൾസ്, ഏറ്റവും തരി ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, നമുക്ക് അതിനെ വേർതിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും ക്ലേയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് എന്ത് ചെയ്യും? അതിൽ പിടിച്ചു നിൽക്കാനേ പറ്റുള്ളൂ, അതിൽ അബ്സോർവ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ക്ലേ അതിലെന്ത് ചെയ്യും? ആ വെള്ളം അതിൽ തന്നെ തങ്ങിക്കും. അതുകൊണ്ടാണ് നമ്മൾ ക്ലേ ഒക്കെ ഉപയോഗിച്ച് സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ ക്ലേക്ക് എന്തുണ്ട്? ഒരു മോയ്സ്ചർ കണ്ടന്റ് എപ്പോഴും ഉണ്ടായിരിക്കും. കാരണം എന്താണ്? അതിൻ്റെ ആ ഒരു പ്രസൻസ് വരുന്ന എന്തിൽ നിന്നാണ്? ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഒരു പ്രസൻസ് അതിനെപ്പോഴും ഉണ്ട്. വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഏറ്റവും കൂടുതലുള്ള ഏതിനാണ്? ക്ലേ സോയിലിനാണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് ആലോചിക്കുക. ലോമി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ സാൻഡിയും ക്ലേയുടെ ഒരു മിക്സ്ചറാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ലോമി. അതിൻ്റെ രണ്ടിൻ്റെ ഒരു ഇടത്തരം നിൽക്കുന്ന സാധനം. വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി അതിനെന്താണ്? വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇല്ല, ശരിക്കും വെള്ളം അതിനൂടെ പോകും. കാരണം അതും എന്താണ്? ഈ പറയുന്ന സാൻഡി ടെക്സ്ചറാണ് കാണിക്കുന്നത്. പക്ഷെ അതിനെന്തുണ്ട്? ആവശ്യത്തിലധികം വാട്ടർ ഹോൾഡിങ്ങും ഉണ്ട്. ആ ഒരു രീതിക്കുള്ള മിക്സ്ചറാണ്, സാൻഡിയുടെയും ക്ലേയുടെയും കൂടെ ഒരു മിക്സ്ചറാണ് ലോമി സോയിൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഏറ്റവും കൂടുതൽ എന്താണ് ഈ പറയുന്ന ഹ്യൂമസ് കണ്ടന്റ് ഉള്ളത് എവിടെയായിരിക്കും? അപ്പം ഏറ്റവും കൂടുതൽ ഹ്യൂമസ് കണ്ടന്റ് രണ്ടിൻ്റെ ഒരു പ്രസൻസ് ഉള്ള ലോമിയിലായിരിക്കും. അപ്പോൾ എന്ത് വരുന്നത്? ആ ഹ്യൂമസ് കണ്ടന്റ് ഏറ്റവും, ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ എന്താണെടാ? ആ ഡാർക്ക് ഓർഗാനിക് മാറ്റർ ആണ്. എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും ഡീകമ്പോസിഷൻ നടന്നിട്ടുള്ള ഒരു ഡാർക്ക് ഓർഗാനിക് മാറ്റർ ആണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഹ്യൂമസ് എന്ന് പറയുന്നത്. ഇൻ സോയിൽ ദാറ്റ് ഈസ് ഫോംഡ് ബൈ ദ ഡീകമ്പോസിഷൻ ഓഫ് plant and animal matter. It is a kind of soil organic matter. സോയിലിൻ്റെ ഓർഗാനിക് മാറ്റർ ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് ഇതെന്ന് പറയുന്നത് ഹ്യൂമസ് എന്ന് പറയുന്നത്. അത് ഏറ്റവും പ്രസന്റ് ആയിട്ടുള്ളത് ലോമിയിലാണെന്നും കൂടെ ചിന്തിക്കുക കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിരിക്കുക. ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഓർഗാനിക് കണ്ടന്റ് ആണ്, ഡാർക്ക് ആയിട്ടുള്ള ഓർഗാനിക് കണ്ടന്റ് ആണ്, ഡീകമ്പോസിഷൻ വഴി നടക്കുന്നതാണ് അതെന്ന് പറയുന്നത്. ഇനി സോയിൽ പ്രൊഫൈൽ ജസ്റ്റ് പറയുകയാണെങ്കിൽ എന്താണ് സോയിൽ പ്രൊഫൈൽ എന്ന് വെച്ചാൽ, സോയിൽ ഹൊറൈസോൺ എന്നൊക്കെ പറയുന്ന സോയിൽ ഹൊറിസോൺ, വെർട്ടിക്കൽ ആയിട്ടുള്ള സോയിൽ ഹൊറിസോൺ അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്? സോയിൽ ഹൊറിസോൺ അല്ലെങ്കിൽ സോയിൽ പ്രൊഫൈൽ എന്ന് പറയാം. ഇതെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ആയിട്ടുള്ള അതിൻ്റെ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു പിക്ചറിങ് ആണ്. വെർട്ടിക്കൽ ആയിട്ടുള്ള അതിൻ്റെ കമ്പോസിഷൻ എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ സോയിലിനെ നമ്മളിപ്പം മണ്ണ് മാന്തി യന്ത്രമൊക്കെ ഇങ്ങനെ മാന്തി എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു കുഴി വെട്ടിയൊക്കെ മണ്ണിനെ മാറ്റാൻ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ മനസ്സിലാവും. ഒരു ട്രാൻസിഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ. ഓരോ സോയിൽ ലെയറിലേക്കുള്ള ഒരു കൃത്യമായിട്ടുള്ള ട്രാൻസിഷൻ ആണ് ഇതിൽ കാണിക്കുന്നത്, ഈ സോയിലിൻ്റെ പ്രൊഫൈലിൽ കാണിക്കുന്നത്. ഏറ്റവും മുകളിലത്തെ ലെയർ എന്താണ്, ഇതിൻ്റെ രണ്ടാമത്തെ ലെയർ എന്താണ്, മൂന്നാമത്തെ ലെയർ എന്താണ്, അങ്ങനെ ലെയേഴ്സ് ആയിട്ടാണ് സോയിലിനെ എന്ത് ചെയ്തിരിക്കുന്നത് അവർ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. ആ ഒരു ഭൂമിയുടെ ആ ഒരു സ്ട്രക്ചറിങ് അങ്ങനെയാണ്, ആ സോയിലിൻ്റെ ആ ഒരു ലെവലിങ് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും മുന്നേ കാണുന്നത് എന്താണ്, ഏറ്റവും താഴെ കാണുന്നത് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് സോയിൽ പ്രൊഫൈലിൽ നമ്മൾ പറയുന്നത് ABC എന്നുള്ള രീതിയിലാണ്. ABC രീതിയിലാണ്. A എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും ടോപ്പിൽ കാണുന്ന സോയിൽ, ടോപ്പ് സോയിൽ എന്ന് പറയുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്. A എന്ന് പറയുന്നത് എന്താണ്, ടോപ്പ് സോയിലുകളാണ്. ഇത് എവിടെ കാണുന്നില്ലേ, ടോപ്പ് സോയിലാണ് A എന്ന് പറയുന്നത്. ഈ കാണുന്ന ബ്ലാക്ക് കളറിൽ കാണുന്ന ഈ സാധനമാണ് എന്തെന്ന് പറയുന്നത്, ടോപ്പ് സോയിൽ എന്ന് പറയുന്നത്. ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള ഹ്യൂമസ് കണ്ടെയ്ൻ ഏറ്റവും കൂടുതലുള്ള ഓർഗാനിക് മാറ്റർ ഏറ്റവും കൂടുതൽ കാണുന്ന എവിടെയായിരിക്കും, ഈ പറയുന്ന ഏറ്റവും മോൾ തട്ടിലല്ലേ, ഏറ്റവും ടോപ്പ് സോയിൽ കാണുന്ന ഇടത്തല്ലേ അത് കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന O എന്ന് പറയുന്ന ഒരു പ്രൊഫൈലുണ്ട്. O എന്ന് പറയുന്ന പ്രൊഫൈൽ, O എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ഓർഗാനിക് മാറ്റർ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചീഞ്ഞഴുകിയ ഈ പറയുന്ന പ്ലാന്റിന്റെ വേസ്റ്റും അതുപോലെ തന്നെ ഇലയൊക്കെ പൊഴിഞ്ഞു കിടക്കുന്നത്, ആനിമലിന്റെ വേസ്റ്റുകൾ, പല തരത്തിലുള്ള വേസ്റ്റുകൾ ഡീകമ്പോസ് ചെയ്യുന്ന ഒരു ലെയർ ആണ് ഏറ്റവും O ലെയർ എന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പിൽ കാണുന്ന നമ്മളൊക്കെ കാണുന്ന
കാണുന്ന ലെയർ. അതെന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ OI എന്ന് പറയുമ്പോൾ സ്ലൈറ്റ്ലി ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള ഓർഗാനിക് ലിറ്റർ ആണ്. ഏറ്റവും വേസ്റ്റുകൾ സ്ലൈറ്റ്ലി കുറച്ചായിട്ട് ഡീകമ്പോസ് ആയില്ല, കംപ്ലീറ്റ്ലി ഡീകമ്പോസ് ആയിട്ടില്ല, കുറച്ച് ഡീകമ്പോസ് ആയിട്ടുണ്ട്, അങ്ങനെയുള്ളതാണ് OI എന്ന് പറയുന്നത്. OA എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ചും കൂടെ ഡീകമ്പോസിഷൻ നടന്നു, അതായത് കുറച്ചും കൂടെ അതിൽ എന്ത് പറ്റി, എന്തെങ്കിലും ഡീക്കേയിങ് നടന്നു എന്ന് കാണിക്കുന്ന, ഡീകമ്പോസിഷൻ നടന്നു എന്ന് കാണിക്കുന്നതാണ് OA എന്ന് പറയുന്നത്. OI എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി ആയിട്ട് ചെറുതായിട്ട് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ചേഞ്ചസ് വന്നിട്ടുള്ളൂ, ഓർഗാനിക് മാറ്റർ കംപ്ലീറ്റ്ലി ആയിട്ടില്ല. OA എന്ന് പറഞ്ഞാൽ ഹൈലി ഓർഗാനിക് ആണ്. കാരണം എന്താണ്, അത് കുറെ കൂടെ എന്തായി, ഡീകമ്പോസിഷൻ നടന്നതാണ്. ഇനി A എന്ന് പറയുന്ന മെറ്റീരിയൽ എന്താണ് പറയുന്നത്, ടോപ്പ് ആയിട്ട് നിൽക്കുന്ന സോയിൽ, അതായത് ഇതിന്റെ വേസ്റ്റ് ഒക്കെ ഇറങ്ങി കൃത്യമായിട്ട് ആ ഓർഗാനിക് മിനറൽ കമ്പോണൻസ് ഉള്ള സ്ഥലമാണ് ടോപ്പ് സോയിൽ എന്ന് പറഞ്ഞാൽ. മിനറൽ ഹൊറിസോൺ കണ്ടെയ്നിങ് സബ്സ്റ്റാൻഷ്യൽ ഹ്യൂമസ് ഡാർക്ക് ഇൻ കളർ, അതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള, ഏറ്റവും കളർ കൂടിയ, ഏറ്റവും ഓർഗാനിക് കണ്ടന്റ് ഏറ്റവും കൂടി നിൽക്കുന്ന, ഹ്യൂമസ് നിൽക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ടോപ്പ് സോയിൽ എന്ന് പറയുന്നത്. അതേസമയം രണ്ടാമത് നിൽക്കുന്ന എലൂവിയേറ്റഡ് ഹൊറിസോൺ എന്ന് പറയുന്നത്, ഈ ഒരു ട്രാൻസിഷൻ കണ്ടോ, എലൂവിയേറ്റഡ് ഹൊറിസോൺ എന്ന് പറയുന്നത്, ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ലൈറ്റർ ഇൻ കളറാണ്. A കഴിഞ്ഞ് നിൽക്കുന്ന ലെയർ ആണ്, അതുകൊണ്ട് ഡാർക്ക് ആണ് A എന്ന് പറയുന്നത്. ടോപ്പ് സോയിൽ ശരിക്കും നല്ല കളർ ഉള്ളതാണ്, കാരണം ഹ്യൂമസിന്റെ പ്രസൻസ് കൊണ്ടാണ്. അത് കഴിഞ്ഞ് നിൽക്കുന്ന E എന്ന് പറഞ്ഞാൽ എലൂവിയേറ്റഡിന്റെ മീനിങ് തന്നെ ഉള്ളിലോട്ട്, ഡൗൺവേർഡ് എന്നുള്ള മീനിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ ടോപ്പ് സോയിലിന് എന്തുണ്ട്, ഒരു ഉള്ളിലോട്ട് കടക്കാനുള്ള വഴികളുണ്ട്. വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ ആ വെള്ളം താഴോട്ട് എന്ത് ചെയ്യും, ലെവിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, താഴോട്ട് എന്ത് ചെയ്യും, ലീപ്പ് ചെയ്ത് പോകണം, ലീച്ചിങ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ത് സംഭവിക്കുകയാണ്, എലൂവിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഹൊറിസോൺ ആണ്. ഈ ഒരു ലെയറിങ് ആണ് ശരിക്കും പറഞ്ഞാൽ. അതിന്റെ ട്രാൻസിഷൻ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഒന്നിലേക്ക് എന്ത് ചെയ്യാണ്, മാറി പതിയെ മാത്രമാണ് ആ ചേഞ്ചസ് വരുന്നത്, ഒറ്റ അടിക്ക് മാറുന്നൊന്നല്ല, അതിനൊരു ട്രാൻസിഷൻ ആണ് സംഭവിക്കുന്നത്. ഓരോ ലെയറിൽ നിന്ന് മറ്റൊന്നിലേക്ക് ജസ്റ്റ് സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് അതിങ്ങനെ മാറുന്നതായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, E എന്ന് പറഞ്ഞാൽ ലൈറ്റർ ഇൻ കളറാണ്, ലോവർ ഇൻ ഹ്യൂമസ് ആണ്. Aയും Eയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ Aയിൽ എന്താണ്, ഡാർക്കർ കളറും അതുപോലെ ഹ്യൂമസിന്റെ കണ്ടന്റ് കൂടുതലാണ്. E എന്ന് പറയുമ്പോൾ മുകളിലുള്ള അത്ര ഇല്ല, ലൈറ്ററും ആണ് കളറ്, അതുപോലെ ഹ്യൂമസിന്റെ പ്രസൻസ് കുറവാണ്. അത് കഴിഞ്ഞ് ക്യാരക്ടറൈസ് ബൈ ലോസ് ഓഫ് ക്ലേ ലിവിങ് സാൻഡ് ആൻഡ് സിൽറ്റ് പാർട്ടിക്കിൾസ്, അവിടെ എന്താണ്, ഒരു ലോസ് ഓഫ് ക്ലേ ടെക്സ്ചർ ആണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ എന്താണ്, വെള്ളത്തിന്റെ ബൈ ലോസ് ഓഫ് ക്ലേ ആൻഡ് ലിവിങ് സാൻഡ് ആൻഡ് സിൽറ്റ് പറയാം. ക്ലേയുടെ ഇത് മാറിയിട്ട് അവിടെ എന്താണ് ഒരു പ്രസൻസ്, സാൻഡിന്റെയും സിൽറ്റിന്റെയും പ്രസൻസ് കൂടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യണം, മണ്ണ് കുത്തി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ആ ഒരു ചേഞ്ച് വരുന്നുണ്ട്. B എന്ന് പറഞ്ഞാൽ എന്താണ്, സബ്സോയിലാണ്. A ടോപ്പ് സോയിൽ, B എന്താണ്, സബ്സോയിലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എന്തിലേക്ക് മാറുകയാണ്, ക്ലേയി ടെക്സ്ചറിലേക്ക് മാറുകയാണ്. ഏറ്റവും മുന്നിൽ കാണുന്ന എന്താണ്, സാൻഡി സോയിൽ. രണ്ടാമത് എന്തിലോട്ട് മാറുകയാണ്, അത് ക്ലേയി സോയിലിലേക്ക് മാറുകയാണ്. അതിന്റെ ചേഞ്ച് ആണ് ക്ലേയുടെ അക്യുമുലേഷനും ഡെവലപ്മെന്റ് ഓഫ് ബൾക്കി സ്ട്രക്ചർ എന്ന് പറയാൻ കാരണം, ക്ലേ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഭയങ്കര ഹെവി ആയിട്ടുള്ള സാധനമാണ് ക്ലേ എന്ന് പറയുന്നത്. നമ്മുടെ സാൻഡി സ്ട്രക്ചർ പോലെ, സാൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൂസ് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ ക്ലേ എന്ന് പറഞ്ഞാൽ ഹെവിയാണ്. കാരണം ഇതിൽ എന്തുണ്ട്, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലാണ്. വാട്ടർ ഹോൾഡിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്, ശരിക്കും പറഞ്ഞാൽ നല്ല ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യും. അവിടുത്തെ സോയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയായിട്ട് ഫീൽ ചെയ്യും. വെള്ളത്തിന്റെ പ്രസൻസ്, നമ്മളിപ്പോൾ സ്പോഞ്ച് മൊത്തവും വെള്ളം നിറയ്ക്കുന്ന ഒരു സംഭവത്തിൽ എന്ത് വരും, അത് എത്രയും വെയിറ്റ് കൂടുതലാണെന്ന് നമുക്കൊരു ഫീലിംഗ് നമുക്കുണ്ടാവും. ആ ഒരു രീതിക്കാണ് കേട്ടോ. സബ് സോയിൽ എന്ന് പറഞ്ഞാൽ B ആണ്, അത് ക്ലേ ടെക്സ്ചർ ആണെന്ന കാര്യം ആലോചിക്കുക. ഇനി അടുത്ത് C എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും പറഞ്ഞാൽ പാരന്റ് റോക്ക് എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. എലൂവിയേറ്റഡ് ഹൊറിസോൺ, B എന്ന് പറഞ്ഞാൽ സബ്സോയിൽ, അത് കഴിഞ്ഞ് ഈ കാണുന്ന പാരന്റ് റോക്കാണ്. അതായത് റോക്കിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്, സോയിലിന്റെ ഫോർമേഷൻ നടക്കുന്നത്. റോക്ക് എന്ത് ചെയ്യാണ്, വെതറിങ് സംഭവിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സോയിലിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഒരു പാരന്റ് മെറ്റീരിയൽ ആണ് ഇവിടെ കാണുന്നത്, ഈ സ്ഥലത്ത് കാണുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന അൺകൺസോളിഡേറ്റഡ് ആയിട്ടുള്ള എർത്ത് മെറ്റീരിയൽ ദാറ്റ് മേ ഹാവ് വെതേർഡ് ടു ഫോം ദ സോളം. ഈ പറയുന്ന സോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സോളം എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെയേഴ്സ് എന്നാണ്. ടോപ്പ് ലെയർ ഏതൊക്കെയാണ്, AEB എന്നുള്ളതാണ് ടോപ്പ് ലെയർ കേട്ടോ. ഇത് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള എന്താണ്, സോയിൽ സ്ട്രക്ചർ, അതായത് റോക്കിൽ നിന്നുള്ള ആ ഫോർമേഷൻ ആണ്. പാരന്റിൽ നിന്ന് ഇങ്ങനെ തുടങ്ങുന്ന ആ ഒരു ലെയർ ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ R എന്ന് പറയുന്നത് എന്താണ്, റോക്ക് തന്നെയാണ്. ഏറ്റവും താഴെ എന്താണ്, റോക്കാണ്. താഴെ റോക്ക്, ആ റോക്കിൽ നിന്ന് പൊടിഞ്ഞ് കയറുന്ന സാധനമാണ് രണ്ടാമത്തെ ലെയർ പാരന്റ് മെറ്റീരിയൽ ആയിട്ട് മാറുന്നത്. അതാണ് C എന്ന് പറയുന്നത്, പാരന്റ് മെറ്റീരിയൽ. ബെഡ് റോക്കിൽ നിന്ന് ചെറിയൊരു ചേഞ്ചിലൂടെ എന്തിലേക്ക് കടക്കുകയാണ്, അത് പാരന്റ് മെറ്റീരിയൽ ആവുകയാണ്. ആ പാരന്റ് മെറ്റീരിയലിൽ നിന്നാണ് സോയിൽ ഫോർമേഷൻ നടക്കുന്നത് കേട്ടോ.
അപ്പോൾ ആ ഒരു രീതിക്കാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി അടുത്ത നമ്മുടെ ടൈപ്പ് ഓഫ് സോയിലാണ് നമുക്ക് അടുത്ത് എന്ത് ചെയ്യേണ്ടത്, പഠിക്കാനുള്ളത്. ടൈപ്പ് ഓഫ് സോയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സോയിലിന്റെ ടൈപ്പുകൾ, എത്ര ടൈപ്പ് ഓഫ് സോയിലാണ് ഇന്ത്യയിൽ കാണുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ആദ്യത്തെ കാലങ്ങളിൽ, അതായത് ആൻഷ്യന്റ് പീരീഡിൽ നമുക്ക് സോയിലിനെ രണ്ടായിട്ടേ ക്ലാസിഫൈ ചെയ്യാനുള്ള ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്, എല്ലാവർക്കും അത്ര ഒരു നോളജ് അവർ എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പർലി ആയിട്ടല്ല, ഓരോ മണ്ണിനെ എടുത്ത് പരിശോധിച്ചല്ല ചെയ്യുന്നത്, ജസ്റ്റ് അറിയാന്നുള്ള രീതി, കണ്ട രീതിക്ക് വെച്ചിട്ട് അവർ എന്ത് ചെയ്തു, ക്ലാസിഫിക്കേഷൻ വരുത്തി. അതാണ് ഉർവാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർട്ടൈൽ, നല്ല ഫലപുഷ്ടിയുള്ള ലാൻഡിനെയാണ് അവർ ഉർവാര എന്ന് പറഞ്ഞത്. ഉർവാര, ഫെർട്ടൈൽ ലാൻഡ്, ഏറ്റവും ഫലഭൂഷ്ടമായിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽസ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ഏറ്റവും അഗ്രികൾച്ചറിന് പറ്റിയ ലാൻഡിനെയാണ് അവർ ഫെർട്ടൈൽ ലാൻഡ് അഥവാ ഉർവാര എന്ന് വിളിച്ചത്. അതേസമയം ഉസാര, ഉർവാരയും ഉണ്ട്, ഉസാര ഉണ്ട്. ഉസാര എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റെറൈൽ ലാൻഡ് ആണ്. സ്റ്റെറൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ബാരൻ ലാൻഡ് ആണ്. നമ്മുടെ ബാരൻ ഏറ്റവും എന്താണ്, ബേസിക് ആയിട്ടുള്ള ലാൻഡ്, ഏറ്റവും ഫെർട്ടിലിറ്റി ഇല്ലാത്ത ലാൻഡ്. ഒരിക്കലും നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത, ഒരു നല്ല മണ്ണ് എന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മണ്ണിനെയാണ് നമ്മൾ സ്റ്റെറൈൽ ലാൻഡ് അല്ലെങ്കിൽ ഉസാര എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് ആൻഷ്യന്റ് പീരീഡിൽ ഉണ്ടായിരുന്നത് ഉർവാര മീൻസ് ഫെർട്ടൈൽ ആൻഡ് ഉസാര മീൻസ് സ്റ്റെറൈൽ. എസ് ഫോർ എന്താണ്, സ്റ്റെറൈൽ ആണ്. ഉസാര, എസ് ഫോർ സ്റ്റെറൈൽ ആണ്. പിന്നെയാണ് അതിനൊരു ക്ലാസിഫിക്കേഷൻ വേണം, ആ സോയിലിന്റെ സർവേ കൃത്യമായിട്ട് നടക്കണം എന്നുള്ള രീതിയിൽ വന്നത്. അതിനു വേണ്ടിയാണ് ഫാദർ ഓഫ് സോയിൽ ടാക്സോണമി എന്ന് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഫാദർ ഓഫ് സോയിൽ സയൻസ് എന്ന് അറിയപ്പെടുന്ന വാസിലി ഡൊക്കുചേവ് എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ്ലി ഒരു സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ സോയിലിനായിട്ട് കണ്ടുപിടിക്കുന്നത്. സോയിൽ ടാക്സോണമിയുടെ പിതാവ് അല്ലെങ്കിൽ സോയിൽ സയൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന, ഫാദർ ഓഫ് സോയിൽ സയൻസ് ഓർ സോയിൽ ടാക്സോണമി എന്നറിയപ്പെടുന്ന വാസിലി ഡൊക്കുചേവ് ആണ് ആദ്യമായിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിക്കുന്നത് സോയിലിന് വേണ്ടി. സോയിലിന്റെ ആ ഒരു ഓരോ പാർട്ടിക്കിൾ സൈസും അതിന്റെ എന്താണ് ഫീച്ചേഴ്സും മനസ്സിലാക്കി അതിനൊരു സെപ്പറേഷൻ കൊടുക്കുന്നു. പക്ഷെ അതല്ല നമ്മളിപ്പോൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, അതായത് ഐക്കർ എന്നൊക്കെ പറയുന്ന ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, ഐക്കർ എന്ത് ചെയ്യുകയാണ്, നമുക്ക് വേണ്ടിയായിട്ട് ക്ലാസിഫൈഡ് സോയിൽസിനെ കുറച്ചും കൂടെ മാറ്റങ്ങൾ വരുത്തി 8 സോയിൽ ടൈപ്പായിട്ട് 8 ടൈപ്പ് ഓഫ് സോയിൽസ് ആണ് നമുക്ക് ഇന്ത്യയിൽ പ്രസന്റ് ആയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ചേഞ്ചിലേക്ക് അതിനെ എന്ത് ചെയ്തു, മാറ്റുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ 8 ടൈപ്പ് ഓഫ് സോയിൽ ഉണ്ടെന്ന് ആരാണ് പ്രഖ്യാപിക്കുന്നത്, ഐക്കർ ആണ് കേട്ടോ. ഐക്കർ ഏതാണ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. നമ്മളിവിടെയൊക്കെ ഉണ്ട്. ഏറ്റവും ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. മറ്റേതെന്താണ്, അഗ്രികൾച്ചർ റിസർച്ചിന് വേണ്ടിയായിട്ട് നടത്തുന്ന സംഘടനയാണ്, ഓർഗനൈസേഷൻ ആണ് കേട്ടോ. അപ്പോൾ ടൈപ്പ് ഓഫ് സോയിൽസ് ഏതൊക്കെയാണ് നമുക്കുള്ളത്, 8 സോയിൽസ് ആണ്. ഏറ്റവും കൂടുതൽ കാണുന്ന അലൂവിയൽ സോയിൽ, ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. കോട്ടൺ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ബ്ലാക്ക് സോയിൽ, റെഡ് ആൻഡ് യെല്ലോ സോയിൽ, റെഡ് കളറിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഫെറിക് ഓക്സൈഡിന്റെ അയൺ പ്രസന്റ് ഉള്ള റെഡ് സോയിൽ യെല്ലോ സോയിലായിട്ടും കാണാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് റെഡ് ആൻഡ് യെല്ലോ എന്ന് പറയുന്നത്. റെഡ് സോയിലിനെ തന്നെയാണ്. പിന്നെ കുറെ കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറും, യെല്ലോ സോയിലായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അതിന്റെ ലോവർ മോയ്സ്ചർ കണ്ടന്റ് കൂടുമ്പോൾ അതിന് യെല്ലോ കളർ പ്രസൻസ് തോന്നാറുണ്ട്. പിന്നെ എന്താണ്, ലാറ്ററൈറ്റ് സോയിൽ, സെയിം ആണ്. നമ്മുടെ കേരളയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനും ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാറ്ററൈറ്റ് സോയിലാണ്. അതും റെഡ് കളറിൽ തന്നെയാണ് കാണുന്നത്. അത് കഴിഞ്ഞ് വരുന്ന മൗണ്ടൈനിയസ് ഓർ ഫോറസ്റ്റ് സോയിൽ, മൗണ്ടെയിൻ റീജിയനിൽ കാണുന്ന സോയിലിനെയാണ് മൗണ്ടേനിയസ് സോയിൽ എന്ന് പറയുന്നത്. എറിഡ് ഓർ ഡിസേർട്ട് സോയിൽ എന്ന് പറഞ്ഞാൽ ഡിസേർട്ട് റീജിയൻസിൽ, രാജസ്ഥാൻ പോലെയുള്ള വെള്ളം ഒട്ടുമില്ലാത്ത ഇടങ്ങളിൽ കാണുന്ന ഡിസേർട്ട് സോയിൽ, കാക്ടസ് പോലെയുള്ള ചെടികളെ മാത്രം വളർത്താൻ പറ്റുന്ന ഡിസേർട്ട് സോയിൽ. സലൈൻ ആൻഡ് ആൽക്കലൈൻ സോയിൽ, ഉപ്പിന്റെ അംശമുള്ള സലൈൻ ആയിട്ടുള്ള ഏറ്റവും എന്താണ് കൾട്ടിവേഷൻ അത്ര പറ്റിയ ലാൻഡ് അല്ലാത്ത ഒരു ലാൻഡാണ് സലൈൻ ആൻഡ് ആൽക്കലൈൻ ലാൻഡ് എന്ന് പറയുന്നത്. പീറ്റി ആൻഡ് മാർഷി സോയിൽ, എല്ലാ രീതിയിലുള്ള ഒരു ചതുപ്പ് നിലം പോലെയുള്ള ഏറ്റവും ഓർഗാനിക് കണ്ടന്റ് ഉള്ള ഏറ്റവും നല്ല സോയിലായിട്ട് നമ്മൾ പറയുന്ന, എല്ലായിടത്തും ഇല്ല പക്ഷെ എന്നാണ് ഉള്ളിടത്തൊക്കെ നല്ലപോലെ ഫലപുഷ്ടിയുള്ള മണ്ണായിട്ടുള്ള ഒരു മണ്ണാണ് പീറ്റി ആൻഡ് മാർഷി സോയിൽ എന്ന് പറഞ്ഞാൽ. ആവശ്യത്തിന് ഈ ഓർഗാനിക് മാറ്റേഴ്സ് പ്രസന്റ് ആയിട്ടുള്ള ഒരു മണ്ണാണ് പീറ്റ് ആൻഡ് മാർഷി ലാൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. നമുക്ക് അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ അറിയാം. അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ഡിയുടെ ക്ലാസ്സസ് ആണ്, ടർബോ ബാച്ചിലാണ്, നിങ്ങൾ യൂട്യൂബ് ക്ലാസ്സസ് ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ കുറച്ചും കൂടെ കൃത്യമായ രീതിയിലുള്ള ഗൈഡൻസിലൂടെ നല്ല രീതിയിലുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, RRBയുടെ ഗ്രൂപ്പ് ഡി കോഴ്സസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്പെഷ്യൽ ബാച്ച് ആണ് RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയായിട്ട്, നമ്മുടെ ഓൺലൈൻ ബാച്ച് ആണ്. ഈ പറയുന്ന ദിശ ലേണിംഗ് ആപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 3000 ആണ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായ രീതിയിൽ ക്ലാസ്സസ് എല്ലാ ദിവസവും ഷെഡ്യൂൾ ചെയ്ത് കിട്ടുന്ന തരത്തിലുള്ള ക്ലാസ്സസ് ആണ് നിങ്ങൾ ആവശ്യപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ പറയുന്ന ഗ്രൂപ്പ് ഡിയുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യാം. ഇല്ല ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ
കുറച്ചും കൂടെ ടൈം എടുത്ത് നന്നായിട്ട് കൃത്യമായ രീതിയിൽ ഗൈഡൻസോടൊക്കെ പഠിക്കണം. അവരുടെ അടുത്ത് പിയർ പ്രഷറിൽ ആളുകളുടെ കൂടെയൊക്കെ ഇരുന്ന് പഠിക്കണം എന്നാണെങ്കിൽ നമുക്ക് എന്തുണ്ട്, നമ്മുടെ റെയിൽവേയുടെ തന്നെ ഓഫ്ലൈൻ ബാച്ചസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് എന്താണ് വേണ്ടതെന്നുള്ളൊരു കാര്യം. നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ജോയിൻ ചെയ്യാം. ഫെബ്രുവരി 3 നമ്മുടെ കൊട്ടാരക്കര, കൊല്ലം, ട്രിവാൻഡ്രം ബ്രാഞ്ചസിൽ എന്ത് തുടങ്ങിയിട്ടുണ്ട്, ഗ്രൂപ്പ് ഡി അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതുപോലെ ഫെബ്രുവരി 5 കാലിക്കറ്റ്, തൃശ്ശൂർ ബ്രാഞ്ചസിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയായിട്ട്. അപ്പോൾ കൃത്യമായി പഠിക്കണം എന്നുള്ളവരാണ്, ടൈം മാക്സിമം ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് തന്നെ പഠിച്ചു തുടങ്ങാവുന്നതാണ്. ഇതാണ് നമ്മുടെ എന്താന്ന് പറയുന്നത്, മാപ്പ് എന്ന് പറയുന്നത് അല്ലേ, നമ്മുടെ ഈ പറയുന്ന സോയിലിന്റെ വെച്ചിട്ടൊരു മാപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ ഇതാണ് ശരിക്കും പറഞ്ഞാൽ സോയിൽ മാപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. എവിടെയൊക്കെയാണ് ഏതൊക്കെ ടൈപ്പ് ഓഫ് സോയിൽസ് ആണ് ഓരോ ഏരിയയിലും, ഇന്ത്യയുടെ തന്നെ ഓരോ സ്റ്റേറ്റ്സിലും ഏത് ടൈപ്പ് ഓഫ് സോയിലാണ് കാണുന്നതെന്ന് ഈ ഒരു മാപ്പ് കണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ ഫോറസ്റ്റ് മൗണ്ടൈനിയസ് സോയിൽ എന്നൊക്കെ പറയുന്നത് ഈ കണ്ടോ, നമ്മുടെ ജമ്മുവിന്റെ സ്ഥലത്തും ഈ പച്ചയാണ്, കളർ കാണുന്നുണ്ടല്ലോ നിങ്ങൾ, പച്ച, കടും പച്ച എന്ന് പറയുന്ന കളർ. ഇതെന്താണ്, ജമ്മു കാശ്മീർ, നമ്മുടെ ഹിമാചൽ പ്രദേശ് ആ ഒരു ഏരിയ ആണ്. സിക്കിം, അതുപോലെ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. അപ്പൊ ശരിക്കും ഫോറസ്റ്റ് ആൻഡ് മൗണ്ടൈനിയസ് ഇത് കാണുന്നത് എവിടെയാണ്, സോയിൽ കാണുന്നത് എവിടെയാണ്, ആ ഒരു ഏരിയ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ എല്ലാ സോയിൽസും കാണുന്നത് ഓരോ ഏരിയ ബേസ് ചെയ്തിട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഏരിയാസ് കൃത്യമായി അറിയാനും നിങ്ങൾ നോക്കുക. അപ്പോൾ അതൊരു മാപ്പ് വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നും. മൗണ്ടൈനിയസ് സോയിൽ എന്ന് പറഞ്ഞാൽ എവിടെയാണ്, നമ്മുടെ ജമ്മു കാശ്മീരിലാണ് മൗണ്ടൈൻസുകൾ ഉള്ളത് അല്ലേ. നമ്മുടെ ഏതൊക്കെയാണ്, ഇൻഡോ ചൈന ബോർഡറിൽ വരുന്ന ഹിമാലയൻ റേഞ്ചസ് ഒക്കെ വരുന്ന എവിടെയാണ്, ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ കാണുന്നതാണ് മൗണ്ടൈനിയസ് സോയിൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അലൂവിയൽ സോയിൽ. അലൂവിയൽ സോയിലിന്റെ പ്രത്യേകത എന്താണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനമാണ് അലൂവിയൽ സോയിൽ. കണ്ടോ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം എല്ലായിടത്തും സ്പ്രെഡബിൾ ആയിട്ട് കിടക്കുന്ന 40% ഓഫ് സോയിലും ഏത് തന്നെയാണ്, അലൂവിയൽ സോയിലാണ്. അപ്പൊ അലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പ്രത്യേകത, ഈ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നു, എല്ലായിടത്തും ഉണ്ട്. ഈ ഏരിയാസ് എന്തിന്റെ പ്രത്യേകതയാണ്, ശരിക്കും പറഞ്ഞാൽ റിവർ ബേസിൻ ആയിട്ടുള്ള ഏരിയാസിലാണ് ഏത് കാണുന്നത്, അലൂവിയൽ സോയിൽ. ഈ ലൈറ്റ് പച്ച കളർ കാണുന്നത് അല്ലേ, അതെന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് നമ്മുടെ ഗംഗ പ്ലേറ്റ്യൂ ആണ് അല്ലെ, ഇൻഡസ് ആണ്. ഇവിടെയൊക്കെ വരുന്നത് ഏതാണ്, ഇൻഡസിന്റെ ഒരു റേഞ്ച് ആണ് ഇവിടെയൊക്കെ വരുന്നത്, ഇൻഡസ് ട്രിബ്യൂട്ടറീസ് ആണ്. ഇവിടെ വരുന്ന എന്താണ്, ഗംഗ, ഉത്തരാഖണ്ഡ് ആ ഒരു റീജിയനിലൊക്കെ വരുന്ന എന്താണ്, ഗംഗയാണ്. അത് കഴിഞ്ഞ് ഈ ഭാഗം ആസാം തൊട്ടുള്ള ഈ ഒരു ഭാഗത്ത് വരുന്ന എന്താണ്, ബ്രഹ്മപുത്രയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഡോ ബ്രഹ്മപുത്ര ആ ഒരു ഗംഗ റീജിയന്റെ ട്രിബ്യൂട്ടറീസിൽ നിന്നാണ് ഏതുണ്ടാവുന്നത്, ഈ ശരിക്കും പറഞ്ഞാൽ അലൂവിയൽ സോയിൽ. അതായത് അലൂവിയൽ സോയിലിന് എന്തിന്റെ പ്രസൻസ് വേണം, റിവർ ബേസിൻസ് അല്ലെങ്കിൽ ഡെൽറ്റാസ് അല്ലെങ്കിൽ എസ്റ്റുറീസിന്റെ പ്രസൻസിന്റെ ആവശ്യമുണ്ടെന്നുള്ളൊരു കാര്യം അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പൊ റിവർ ബേസിന്റെ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് റെഡ് ആൻഡ് യെല്ലോ സോയിൽ എന്ന് പറയുന്ന ഈ റെഡ് സോയിൽ കണ്ടോ, ഏകദേശം പിന്നെയും എന്താണ്, ഏകദേശം എല്ലായിടത്തും എന്തുണ്ട്, റെഡ് സോയിൽ ഉണ്ട്. റെഡ് സോയിൽ എന്ന് പറയുന്നത് ഉണ്ട്. അതുപോലെ ബ്ലാക്ക് സോയിൽ എന്താണ്, മഹാരാഷ്ട്രയുടെ ഈ ഒരു ഏരിയയിൽ, മഹാരാഷ്ട്ര മധ്യപ്രദേശ് റീജിയൻ ആ ഒരു ഏരിയ, രാജസ്ഥാൻ റീജിയൻ സ്പ്രെഡ് ആയിട്ടാണ് ഏത് കിടക്കുന്നത്, റെഡ് ആൻഡ് യെല്ലോ നമ്മുടെ ബ്ലാക്ക് സോയിൽ കിടക്കുന്നത്. അത് കഴിഞ്ഞ് ലാറ്ററൈറ്റ് സോയിൽ ഉണ്ട്. ലാറ്ററൈറ്റ് സോയിൽ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളിലാണ് ലാറ്ററൈറ്റ് സോയിൽ കാണുന്നത്. കേരളയിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്, ലാറ്ററൈറ്റ് ആണ്. അരിഡ് സോയിൽ എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ ഡിസേർട്ട് സോയിൽ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽസ് നോക്കാം. അലൂവിയൽ സോയിൽ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത് അലൂവിയൽ സോയിലിൽ നിന്നാണ്. അപ്പോൾ അതിന്റെ മെയിൻ പോയിന്റ്സ് നിങ്ങൾ അറിയുക. അലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഫോർമേഷൻ ഉണ്ടാവുന്നതാണ്, സിൽറ്റിന്റെ ഡിപ്പോസിഷൻ ആണ് അല്ലെ. സിൽറ്റ് ഡിപ്പോസിഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം, ഒരു ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ഒരാൾ വേണം. അതാണ് ഏതെന്ന് പറയുന്നത്, റിവർ ബേസിൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇറ്റ്സ് ഫോംഡ് മെയിൻലി ഡ്യൂ ടു സിൽറ്റ് ഡിപ്പോസിറ്റഡ് ബൈ ഇൻഡോ ഗംഗറ്റിക് ബ്രഹ്മപുത്ര റിവേഴ്സ്. ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്രയുടെ ബേസിൽ നിന്നാണ് ഏത് വന്നിരിക്കുന്നത്, ഈ പറയുന്ന എല്ലാ അലൂവിയൽ സോയിൽസിന്റെ ഏരിയാസും കവർ ചെയ്തിരിക്കുന്നത് ഏതാണ്, അങ്ങനത്തെ ഉള്ള ഏരിയയിലാണ്. ഓക്കെ, അപ്പോൾ ഇത് കോസ്റ്റൽ റീജിയൻസിലും ഉണ്ട്. അതും എന്താണ്, ഡിപ്പോസിറ്റ്സ് കാണുന്നതാണ്. എന്തെങ്കിലും റിവർ കൊണ്ടിടുന്ന ഡിപ്പോസിറ്റിൽ നിന്നുണ്ടാവുന്ന മണ്ണിനെയാണ് അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. ഏറ്റവും ഓർഗാനിക് ആയിട്ടുള്ള, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എന്തായിട്ടാണ്, സോയിലായിട്ടാണ് നമ്മൾ അലൂവിയൽ സോയിൽ പറയുന്നത്. വേവിന്റെ ആക്ഷൻ ഒക്കെ കൊണ്ട് റിവർ ബേസിൻ അല്ലെങ്കിൽ ഡെൽറ്റാസ്, എസ്റ്റുവറീസ് ഒക്കെ കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന മണ്ണ് ഉണ്ടാവുന്നതെന്ന് ആലോചിക്കുക. അപ്പോൾ റിവറിന്റെ ഹെൽപ്പ് അവിടെ ഉണ്ടാവുന്നുണ്ട്. പ്രൈമറി മെറ്റീരിയൽ പക്ഷേ എവിടെ നിന്നാണ്, മേഡപ്പ് ഓഫ് റോക്സ് ദാറ്റ് ഒറിജിനേറ്റ് ഇൻ എവിടെയാണ്, ഹിമാലയാസ്. കാരണം ഈ ഇൻഡോ ഗംഗ ബ്രഹ്മപുത്രയൊക്കെ എന്ത് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത് അല്ലെങ്കിൽ ഫോം ചെയ്യുന്നത് എവിടെ നിന്നാണ്, അതിന്റെ പാരന്റിങ് എവിടെ നിന്നാണ്, ഹിമാലയൻ റേഞ്ചസിൽ നിന്ന് ഒഴുകി വരുന്ന റിവേഴ്സ് ആണ് ഇവര്, ഹിമാലയൻ റിവേഴ്സ് ആണ്. ആ റിവർ ബേസിനാണ് ആർക്കുള്ളത്, ശരിക്കും പറഞ്ഞാൽ അലൂവിയൽ സോയിലിനുള്ളത്. അപ്പോൾ അവരുടെ പാരന്റ് റോക്ക് ആരാണ്, ഹിമാലയ ആണെന്നുള്ള കാര്യം ആലോചിക്കുക. ഏതെന്താണ്, ഹൈലി ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലാണ്, ഹൈലി ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലാണ്. അതുകൊണ്ടാണ് അഗ്രികൾച്ചറിന്റെ ഏറ്റവും
കൂടുതൽ സാധനങ്ങൾ അഗ്രികൾച്ചർ ചെയ്യുന്നത് ഏത് മണ്ണിലാണ്? അലൂവിയൽ സോയിൽ മണ്ണിലാണ്. ഓക്കെ, അപ്പൊ വിത്ത് അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഫോസ്ഫോറിക് ആസിഡ് എന്തൊക്കെ ഉണ്ട്? ഫോസ്ഫോറിക് ആസിഡ് ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, ലൈം ഉണ്ട്. അപ്പൊ ആവശ്യത്തിലുള്ള എല്ലാ സാധനങ്ങളും എന്തുണ്ട്? മണ്ണിൽ തന്നെ പ്രസന്റ് ആണ് കേട്ടോ. അപ്പൊ ആ ഒരു രീതിക്കാണ്. ആസിഡ് പ്രസൻസ് ഉണ്ട്, ലൈം പ്രസൻസ് ഉണ്ട്, ബേസിക് പ്രസൻസ് ഉണ്ട്. അപ്പൊ എല്ലാം മിക്സ്ചർ ആണ്. അതുകൊണ്ട് തന്നെ ആ മണ്ണിൽ എന്താണ്? ആവശ്യത്തിലധികം ഓർഗാനിക് കണ്ടന്റ് ഉണ്ടെന്നുള്ള ഒരു സത്യമാണ് പറയുന്നത്. പിന്നെ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അലൂവിയൽ സോയിലിന് രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് കേട്ടോ. രണ്ട് ടൈപ്പ് ഓഫ് അലൂവിയൽ സോയിൽ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഓൾഡ് അലൂവിയം. ഓൾഡ് അലൂവിയം എന്ന് പറഞ്ഞാൽ കുറച്ച് നാളായി ഡിപ്പോസിഷൻ കഴിഞ്ഞിട്ട്, കുറെ നാളായിട്ട് ഡിപ്പോസിറ്റ് ചെയ്ത് തീർന്ന സാധനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാങ്കർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓൾഡ് അലൂവിയത്തിന്റെ പേര് എന്താണെന്ന് എടുത്ത് ചോദിക്കാറുണ്ട്. അത് ബാങ്കർ ആണ്. ഓൾഡ് അലൂവിയം ബാങ്കർ, ബാങ്കർ. ഓക്കെ, അപ്പൊ ന്യൂ അലൂവിയത്തിന് എന്ത് പറയും? ന്യൂ അലൂവിയം ഖാദർ. ഓക്കെ, അപ്പൊ ഖാദർ എന്നാണ് ന്യൂ അലൂവിയം. ന്യൂ അലൂവിയം എന്ന് പറഞ്ഞാൽ എന്താണ്? റിവർ ഇപ്പൊ കൊണ്ട് ബേസിൻ ചെയ്തു വെച്ച, ഇപ്പൊ റിവർ ഒലിച്ചു വന്ന് ഉണ്ടായ സാധനമാണ് ന്യൂ ബേസിൻ അല്ലെങ്കിൽ ന്യൂ ആയിട്ടുള്ള അലൂവിയൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ഖാദർ എന്നും ഓൾഡ് മുന്നേ സെറ്റിൽ ആയതിനെ എന്തും പറയും? ബാങ്കർ എന്നും പറയും. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് സോയിൽ ഫൗണ്ട് ഇൻ ദ കൺട്രി ആസ് ഇറ്റ് കവേഴ്സ് അബൌട്ട് 40% ഓഫ് ദ ടോട്ടൽ ലാൻഡ്. ടോട്ടൽ ലാൻഡിൽ 40% ഉള്ള മണ്ണ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലൂവിയൽ സോയിലാണ്. ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡും ആണ് ഏതെന്ന് പറയുന്നത് അലൂവിയം. അതുകൊണ്ട് തന്നെ റൈസ്, വീറ്റ് പോലുള്ള എല്ലാം ഇത് ചെയ്യുന്നത് എവിടെയാണ്? അലൂവിയൽ സോയിലാണ്. ബ്ലാക്ക് സോയിൽ അടുത്ത മെയിൻ ആയിട്ടുള്ള സോയിലാണ്. ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്? റിഗർ സോയിൽ. റിഗർ സോയിൽ അത് എപ്പോഴും ചോദിക്കാറുണ്ട്. റിഗർ സോയിൽ, റിഗർ സോയിൽ അല്ലെങ്കിൽ എന്തും പറയാതെ നിങ്ങൾക്ക് കോട്ടഡ് സോയിൽ. കാരണം കോട്ടഡ് ഏറ്റവും കൂടുതൽ ഉള്ള സോയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ബ്ലാക്ക് സോയിലാണ്. അപ്പോൾ ബ്ലാക്ക് സോയിൽസ് ആർ ഫൗണ്ട് മെയിൻലി ഓൺ ദ ഡെക്കാൻ ലാവ റീജിയൻ. പിന്നെ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് സോയിൽ അറിയേണ്ട എന്താണ്? നമ്മുടെ അലൂവിയൻ ഉണ്ടാക്കിയത് ആരാണ്? ശരിക്കും പറഞ്ഞാൽ ആരുടെ ഡിപ്പോസിറ്റാണ്? റിവർ ഡിപ്പോസിറ്റുകളാണ്. റിവർ റീജിയനിലാണ് ഏത് കാണുന്നത്? അലൂവിയം കാണുന്നത്. അതേസമയം ബ്ലാക്ക് സോയിൽ കാണുന്നത് എവിടെയാണ്? നമ്മുടെ ലാവ റീജിയനുകളിലാണ്. ലാവ എന്ന് പറഞ്ഞാൽ മൗണ്ടേനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വോൾക്കാനിക് ഇറപ്ഷൻസ് വഴി നടന്ന ആ ഒരു ഫോർമേഷനിൽ നിന്നാണ് ബ്ലാക്ക് സോയിലുകൾ ഉണ്ടാവുന്നത്. അതായത് വെതർ റോക്കിങ് സംഭവിക്കുന്നതാണ്. അതായത് റോക്കുകൾ വോൾക്കാനിക് ഇറപ്ഷനിൽ നിന്ന് പുറത്തു വന്ന സാധനങ്ങൾ ഒരിടത്ത് ഡിപ്പോസിറ്റ് ആയി അത് കറുത്ത കല്ല് പോലെ ഇരുന്നിട്ട് കുറെ കഴിയുമ്പോൾ അതിന് വെതറിങ് സംഭവിച്ചാണ് അത് എന്തായി മാറുന്നത്? ബ്ലാക്ക് സോയിൽ ആയിട്ട് മാറുന്നതെന്ന കാര്യം ആലോചിക്കുക. അത് ഡെക്കാൻ ലാവ റീജിയൻ. ഏത് റീജിയനിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡെക്കാൻ ലാവ റീജിയൻ ആണെന്നുള്ള ഒരു കാര്യം ആലോചിക്കുക. ഇറ്റ്സ് കവറിംഗ് ലാർജ് പാർട്ട് ഓഫ് മഹാരാഷ്ട്ര, some parts of Gujarat and Madhya Pradesh and small parts of Karnataka, Andhra Pradesh and Tamil Nadu. തമിഴ്നാട്ടിലൊക്കെ ബ്ലാക്ക് സോയിൽ ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ കാണുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാരാഷ്ട്ര, മധ്യപ്രദേശ് റീജിയൻ ആണെന്ന് നന്നായി തന്നെ ആലോചിക്കുക. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് റീജിയൻ ആണെന്ന് നന്നായിട്ട് ആലോചിക്കുക. നിങ്ങൾ ഈ പടം കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഈ ഏരിയ ഏതാണ്? ബ്ലാക്ക് സോയിലിന്റെ ഏരിയ ഈ കാണുന്നില്ലേ? ഈ ഏരിയ എവിടെയാണ്? ശരിക്കും പറഞ്ഞാൽ മഹാരാഷ്ട്ര, മധ്യപ്രദേശ് റീജിയൻ കടന്നാണ് കിടക്കുന്നത്. പിന്നെ ഗുജറാത്തിന്റെ കുറച്ച് പോർഷനും എന്ത് ചെയ്തിട്ടുണ്ട്? സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നന്നായിട്ട് തന്നെ ആലോചിക്കുക. ബ്ലാക്ക് സോയിൽ കാണുന്ന എവിടെയാണ്? മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത് ഏരിയയിലാണ്. പിന്നെ കുറച്ച് ഭാഗം കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ആ സൗത്ത് പാർട്ടിലേക്കാണ് എന്ത് കിടക്കുന്നത്? ബ്ലാക്ക് സോയിൽ കിടക്കുന്നത്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ഡിസിന്റഗ്രേഷൻ ഓഫ് എന്താണ്? എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്? വോൾക്കാനിക് ബസാൾട്ടിക് ലാവ വഴിയാണ്. വോൾക്കാനിക് ലാവയുടെ ഡിപ്പോസിഷൻ വഴിയാണ് എന്തുണ്ടാവുന്നത്? ഈ പറയുന്ന ഇതുണ്ടായിരിക്കുന്നത് ബ്ലാക്ക് സോയിൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ കളർ ഓഫ് ദ സോയിൽ ഈസ് ജനറലി ബ്ലാക്ക് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കോമ്പൗണ്ട്സ് ഓഫ് അലുമിനിയം ആൻഡ് അയൺ. അലുമിനിയത്തിന്റെ അയണിന്റെയും പ്രസൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിന് എന്ത് സോയിലായിട്ട് അറിയപ്പെടുന്നുണ്ട്? ബ്ലാക്ക് സോയിൽ എന്ന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ എന്ത് ടെക്സ്ചർ ആണെന്ന് എപ്പോഴും ചോദിക്കും. ക്ലേയി സോയിൽ ടെക്സ്ചർ ആണ്. അതുകൊണ്ടാണ് അതിന് എന്തുള്ളത്? ഹൈ വാട്ടർ റീറ്റെയിനിങ് കപ്പാസിറ്റി ഉണ്ട്. വാട്ടറിനെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള, റിട്ടൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള മണ്ണാണ് ഏത്? ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഹൈലി റെയിൻഫാൾ ഏരിയാസിലായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഒന്നാമത്തെ കാര്യം. പിന്നെ എന്താണ് ഇതിന്? വെയിലത്തുണ്ട്. സെൽഫ് ഫ്ലോയിങ് എഫക്റ്റ് ഉണ്ട്. എന്താണ് സെൽഫ് ഫ്ലോയിങ് എന്ന് പറഞ്ഞാൽ? ശരിക്കും ബ്ലാക്ക് സോയിൽ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ക്ലേയി ടെക്സ്ചർ ആണെന്ന് പറഞ്ഞു. ക്ലേയി ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? കാരണം വെള്ളം ഉള്ള സമയത്ത് അത് എന്ത് ചെയ്യും? നന്നായിട്ട് വെള്ളത്തിനെ പിടിച്ചു നിർത്തിയിരിക്കും. ഭയങ്കരമായിട്ടും ഗ്രോത്ത് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേസമയം വെള്ളം ഇല്ലാത്തൊരു സമയമാണെങ്കിൽ അതിനെന്തുണ്ട്? വിണ്ട് കീറുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. സ്വന്തമായിട്ട് തന്നെ അത് എന്ത് ചെയ്യും? വിണ്ട് കീറി ആ മണ്ണൊക്കെ പുറത്തോട്ട് വരുന്ന ഒരു എഫക്റ്റ് ആണ്. സെൽഫ് ഫ്ലോയിങ് ആണ്. നമ്മൾ ഫ്ലോ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉഴുതു മറിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഉഴുതു മറിക്കാൻ വേണ്ടി ഒരു പ്രത്യേകം ആളുടെ ആവശ്യമില്ല. ഇത് സ്വന്തമായിട്ട് തന്നെ പിളർന്ന് ആ ഒരു ഡ്രൈ ആയിട്ട് അതെന്ത് ചെയ്യും? പുറത്തേക്ക് ആ സ്കിൻ എന്ത് ചെയ്യും? മുന്നിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സെൽഫ് ഫ്ലോയിങ് എഫക്റ്റ് ആണ് ആ സോയിലിനുള്ളത്. മാത്രമല്ല മെച്യൂർ ആയിട്ടുള്ള ഒരു സോയിലാണ്. കാരണം ഇന്നും ഇന്നലെ ഉണ്ടായ ഒരു സോയിലല്ല, മെച്യൂർഡ് ആണ്.
ഏറ്റവും മുന്നേ ഓൾക്കാനിക് ഇറപ്ഷൻസ് ഒക്കെ ഉണ്ടായ സമയത്ത് സെറ്റിലായ മണ്ണാണ്, ആ ഇറപ്ഷൻ വഴി സെറ്റിലായ മണ്ണാണ്. അതുകൊണ്ട് തന്നെ അത് എപ്പോഴേ മെച്യൂർ ആയിട്ടുള്ള ഒരു സോയിൽ ആയിട്ടാണ് പറയുന്നത്. മെയിൻ ക്രോപ്പ് ഏതാണ്? കോട്ടൺ, ഷുഗർ കെയിൻ പോലെയുള്ള ക്രോപ്പുകളാണ് ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത് കേട്ടോ. ബ്ലാക്ക് സോയിലിന് ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത്. ഇനി റെഡ് സോയിൽ ഉണ്ട്, ലാറ്ററൈറ്റ് ആൻഡ് ലാറ്ററിറ്റിക് സോയിൽസ് എന്ന് പറയുന്നുണ്ട്. ഇതിന് രണ്ടിന്റെയും കളർ റെഡ് ആണ്, പക്ഷെ റെഡ് നല്ല റെഡ് സോയിൽ ആയിട്ടാണ് റെഡ് സോയിൽസ് പറയുന്നത്. അതായത് അതിന്റെ പ്രസൻസ് തന്നെ കണ്ടറിയാം, റെഡ് സോയിൽ ആയിട്ടാണ്, നല്ല തരിയായിട്ടുള്ള മണ്ണായിട്ടാണ് പറയുന്നത്. ഇത് റിസൾട്ട് ഓഫ് എന്താണ്? വെതറിങ് ഓഫ് മെറ്റമോർഫിക് ആൻഡ് ഇഗ്നിയസ് റോക്സ്. ഇതിന്റെ ഒരു ചേഞ്ച് വഴിയാണ് മെറ്റമോർഫിക് റോക്സും ഇഗ്നിയസ് റോക്സിന്റെയും മാറ്റങ്ങൾ, ആ ശിലയുടെ മാറ്റങ്ങൾ കൊണ്ടാണ് എന്ത് വരുന്നത്? റെഡ് സോയിൽ ഉണ്ടാവുന്നത്. ചുമ്മാ ഫോം ചെയ്തതല്ല. മറ്റതെന്താണ്? ഓൾക്കാനിക് ഇറപ്ഷൻ ആണെങ്കിൽ റെഡ് സോയിൽ ഫോം ചെയ്യുന്നത് മെറ്റമോർഫിക് റോക്സ്, ഗ്രാനൈറ്റ് പോലെയുള്ള നമ്മുടെ കോട്സ് ഒക്കെ പോലെയുള്ള സംഭവങ്ങൾ ചേഞ്ച് ചെയ്ത് അതിൽ നിന്ന് ഡിപ്പോസിറ്റ് ചെയ്ത് അത് ഒരുപാട് നാളായി പഴകിയതിന് ശേഷം ഉണ്ടാവുന്നതാണ് റെഡ് സോയിൽ എന്ന് പറഞ്ഞാൽ. അതിന്റെ ആ ഒരു ഡീകമ്പോസിഷൻ വഴിയാണ് എന്ത് നടക്കുന്നത്? റെഡ് സോയിൽ ഉണ്ടാവുന്ന മെറ്റമോർഫിക് ആൻഡ് ഇഗ്നിയസ് റോക്സ് വഴിയാണ് റെഡ് സോയിൽ ഉണ്ടാവുന്നത്. അതിന്റെ റെഡ് കളർ എന്തിന്റെ പ്രസൻസ് ആണ്? സോയിൽ കംസ് ഫ്രം ദ ഹൈ പെർസെന്റേജ് ഓഫ് അയൺ കണ്ടന്റ്. അയൺ എന്ന് പറയുന്നത് എന്താണ്? ഫെറിക് ഓക്സൈഡ് ആണ് കേട്ടോ. ഫെറിക് ഓക്സൈഡ് അല്ലെങ്കിൽ അയൺ കണ്ടന്റ് നമ്മൾ പറയും. അയണിന്റെ കണ്ടന്റ്, ഫെറിക്, ഫെറസ് അങ്ങനത്തെ സംഭവങ്ങൾ കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്ന റെഡ് കളർ പ്രസൻസ് അതിന് കിട്ടുന്നത് കേട്ടോ. സോയിൽ സ്ട്രക്ചർ ഈസ് മെയിൻലി ലോമി സോയിലാണ്. റെഡ് സോയിൽ എന്ന് പറഞ്ഞാൽ ലോമിയാണ്, രണ്ടിന്റെ ഒരു മിക്സ്ചർ ആണ്. ക്ലേയുടെയും സാൻഡിയുടെ ഒരു മിക്സ്ചർ ആയിട്ടാണ് റെഡ് സോയിൽ കാണുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് റിച്ച് ഇൻ പൊട്ടാഷ് കണ്ടന്റ്. പൊട്ടാഷ്യം ഒരുപാടാണ് അതിന്. ഓക്കെ, അയൺ കണ്ടന്റും കൂടുതലാണ്, അതുപോലെ പൊട്ടാസ്യം കണ്ടന്റും കൂടുതലാണ്. പക്ഷെ എന്തില്ല? ഫോസ്ഫേറ്റ്, ഹ്യൂമസ് ഒക്കെ വളരെ കുറവാണ്. ഇത് അടിയിലത്തെ ഒരു ലെയർ പോലെയാണ് റെഡ് സോയിൽ എന്ന് പറയുന്നത്. ഇതിന് ഓർഗാനിക് മാറ്റേഴ്സ് കുറവാണ്. ഓക്കെ, ഹ്യൂമസിന്റെ പ്രസൻസ് കുറവാണ്, നൈട്രജൻ കണ്ടന്റ് ഒക്കെ കുറവാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും? എക്സ്ട്രാ ആയിട്ട് എന്ത് കൊടുക്കണം? നമ്മൾ അഗ്രികൾച്ചർ വല്ലതും ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം എന്ത് കൊടുക്കണം? നമ്മുടെ ഈ പറയുന്ന പോലെ ഫെർട്ടിലൈസേഴ്സ് അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കണം, ഇതിന്റെയൊക്കെ കണ്ടന്റ് പ്രസൻസോടെ. ഓക്കെ, റെഡ് സോയിൽ ഈസ് ഫൗണ്ട് ഇൻ റീജിയൻസ് സച്ച് ആസ്. എവിടെയാണ് ഏറ്റവും കൂടുതൽ റെഡ് സോയിൽ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടു, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് റീജിയൻ ആണ്. ഏകദേശം ആ ഒരു നമ്മുടെ ഈസ്റ്റേൺ റീജിയൻ ഒക്കെ വന്നിട്ടുള്ള ഒരു റീജിയൻ ആണ് കേട്ടോ. സൗത്ത് ഈസ്റ്റേൺ റീജിയനിലാണ് ഒഡീഷ, ഛത്തീസ്ഗഡ്, സം പാർട്ട് ഓഫ് കർണാടക, ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റു വരുന്ന ആ ഒരു ഭാഗമാണ്. ഡെക്കാൻ പ്ലേറ്റു അല്ല, ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റു. ഈ ഒരു ഭാഗം നമ്മുടെ പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് സോയിൽ ഇതേ കാണുന്നുണ്ടോ? ഈ ഒരു ഭാഗം ഇത് ശരിക്കും പറഞ്ഞാൽ ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റിന്റെ ഭാഗങ്ങളാണ്. കുറച്ച് തമിഴ്നാടു ഈ ഏരിയ ഒക്കെ ഉണ്ട്, കർണാടക ഏരിയ ഉണ്ട്. ഒപ്പം ഏതാണ് ഏറ്റവും കൂടുതൽ? ഒഡീഷയുടെ കുറച്ച് ഭാഗമുണ്ട്. ഈ പറയുന്ന ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ആ ഒരു ഭാഗമാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ആലോചിക്കുക. എവിടെയാണ് ഏറ്റവും കൂടുതൽ റെഡ് സോയിൽ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, തമിഴ്നാടു, അതുപോലെ കർണാടക, ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റു ആയിട്ടാണ് അത് എന്ത് ചെയ്തിരിക്കുന്നത്? ബന്ധിച്ച് കിടക്കുന്നതെന്ന് ആലോചിക്കുക. ഛത്തീസ്ഗഡ്. ഓക്കെ, ഇനി ലാറ്ററൈറ്റ് ആൻഡ് ലാറ്ററിറ്റിക് സോയിൽസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സോയിൽസ് എന്താണ്? റെഡ് ആയിട്ടുള്ള കളറാണ്, റെഡ് കളറിലാണ് കാണുന്നത്. റെഡിഷ് യെല്ലോ ഇൻ കളർ ആൻഡ് ലോ ഇൻ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ലൈമ്, മഗ്നീഷ്യ. ഇതൊന്നും എന്തില്ല? ഇതിനില്ല. ഇതിനൊക്കെ അഡീഷണൽ സപ്ലിമെന്റ് കൊടുക്കണം. ഓക്കെ, ഫെർട്ടിലൈസേഴ്സ് അഡീഷണലി ആഡ് ചെയ്യേണ്ട സോയിലാണ് റെഡ് സോയിലും ഏതെന്ന് പറയുന്നത് ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റെഡ് സോയിൽ കുറച്ചും കൂടെ എന്താണ്? ലോമി ആയിട്ടുള്ള സോയിലാണ്, എല്ലാത്തിൻ്റെയും ഒരു മിക്സ്ചർ ആണെന്ന് പറയാം. പക്ഷെ ലാറ്ററൈറ്റ് കുറച്ചും കൂടെ എന്താണ്? ഒരു ബ്രിക്കി നേച്ചറാണ്. ലാറ്റർ എന്ന് പറയുന്ന വേർഡ് തന്നെ വരുന്നത് എന്താണ്? വിച്ച് മീൻസ് ബ്രിക്ക് ആണ്. നമ്മുടെ ബ്രിക്സ് ഒക്കെ ഉണ്ടാക്കില്ലേ, ചുടുകട്ട പോലെയുള്ള ആ ഒരു ടെക്സ്ചറാണ് ലാറ്ററൈറ്റ് സോയിലിന് വരുന്നത് കേട്ടോ. അതൊന്ന് ആലോചിക്കുക. ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറഞ്ഞാൽ ലാറ്റർ എന്ന് പറഞ്ഞ മീനിങ് വന്നിരിക്കുന്ന ബ്രിക്കിൽ നിന്നാണ്. ലാറ്ററൈറ്റ് സോയിൽ ഈസ് ഫൗണ്ട് in those regions of country which receive heavy rainfall with an alternate dry and wet period. ഇത് ലാറ്ററൈറ്റ് സോയിലിന്റെ പ്രത്യേകത എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റെയിൻഫാൾ ഉള്ള ഏരിയയിലേ ഇത് കാണത്തുള്ളൂ ലാറ്ററൈറ്റ് സോയിൽ. പക്ഷേ അതിനെന്തുണ്ടായിരിക്കും? ഒരു ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈ സീസണും ഉണ്ടാവണം, വെറ്റ് സീസൺ ഉണ്ടാവണം. അതായത് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്ലൈമറ്റ് ആണ്? നമ്മുടെ കേരളയുടെ ക്ലൈമറ്റ് അല്ലേ അങ്ങനെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. എല്ലാത്തിൻ്റെ ഒരു മിക്സ്ചർ ആണ്. എപ്പോൾ വേണോ റെയിൻഫാൾ വരാം, എപ്പോൾ വേണോ ചൂട് കാലം വരാം. എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെ എക്സ്ട്രീം പോയിന്റിൽ പോവാതെ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഏറ്റവും മോഡറേറ്റ് കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും ഏറ്റവും കൂടുതൽ ലാറ്ററൈറ്റ് സോയിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളയിലാണ് ഏറ്റവും കൂടുതൽ ലാറ്ററൈറ്റ് സോയിൽ കാണുന്നതെന്ന് പറയാം. മെയിൻലി നിയർ ദ കോസ്റ്റൽ റീജിയനിലേക്ക് അടുത്തുകളാണ് എന്ത് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്? നമ്മൾ പറഞ്ഞു ഏറ്റവും ഓർഗാനിക് മാറ്റർ കണ്ടന്റ് ഉള്ളൊരു സോയിൽ അല്ല ഇതിൽ. ഇതിന് എന്തൊക്കെ കുറവാണ്? നൈട്രജൻ ഇല്ല, ഫോസ്ഫറസ് ഇല്ല, പൊട്ടാസ്യം ഇല്ല, ലൈം ഇല്ല,
മാഗ്നീഷ്യം ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതെന്ത് ക്രോപ്പിനാണ് ഏറ്റവും നല്ലത്? ബെസ്റ്റ് ഫോർ പ്ലാന്റേഷൻ ക്രോപ്പ്. പ്ലാന്റേഷൻ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളയിൽ കാണുന്ന, നമ്മുടെ മൂന്നാറിലൊക്കെ കാണുന്ന ടീ, കോഫി, അതുപോലെ കാഷ്യൂസ്, ഈ പറയുന്ന മില്ലറ്റ്സുകൾ, അതുപോലെ റബ്ബർ. ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ റബ്ബർ അല്ലേ, റബ്ബർ, മില്ലറ്റ്സുകൾ, ടീ, കോഫി, അങ്ങനത്തെ സാധനമാണ് ഏറ്റവും കൂടുതൽ എവിടെ വളരുന്നത്? ഈ ലാറ്ററൈറ്റ് സോയിലിൽ വളരുന്നതെന്ന് ആലോചിക്കുക കേട്ടോ. കേരളയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ലാറ്ററൈറ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് ഏറ്റവും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാൽ പോലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സോയിൽസ് ആണ്. എന്ന് വെച്ചാൽ 8 സോയിൽസ് ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പറയേണ്ട സോയിൽസ് ആയതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. ഒന്ന് ഏതാണ്? ഫോറസ്റ്റ് ആൻഡ് മൗണ്ടെയിൻ സോയിൽസ്. അതായത് മൗണ്ടെയിനിയസ് ആയിട്ടുള്ള റീജിയനുകളിൽ കാണുന്ന, ഏറ്റവും ഹൈ എലിവേഷൻ, ലോ സ്ലോപ്പ്, അതായത് ഹിൽ സ്ലോപ്പുകളിൽ കാണുന്ന സോയിലാണിത്. ഹിൽ സ്ലോപ്പുകളിൽ ഏറ്റവും മൗണ്ടെയിൻ്റെ മണ്ടേ കയറി നിൽക്കുന്നതെന്നല്ല, സോയിൽസ് ഒക്കെ അറിയിട്ട് ഹൈ എലിവേഷൻ ആസ് വെൽ ആസ് ലോ എലിവേഷനിൽ, നമ്മുടെ അത്യാവശ്യം പൊക്കങ്ങളിൽ, മൗണ്ടെയിൻ റീജിയൻസിൻ്റെ ഏറ്റവും അത്യാവശ്യം ഓർഗാനിക് കണ്ടൻസ് പ്രസൻസ് ആയിട്ടുള്ള ഈ ഫോറസ്റ്റ് റീജിയൻസ് വരുന്ന ഏരിയാസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിലാണ് ഇത് കാണുന്നത്. അതായത് ചിലപ്പോൾ റെയിൻഫാൾ ഉണ്ടെങ്കിൽ ഏറ്റവും സഫീഷ്യൻ്റ് ആയിട്ട് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏറ്റവും കൂടുതൽ എക്സ്ട്രീം വെതർ കണ്ടീഷനാണ്. അതായത് വിൻ്റർ ആകുമ്പോൾ ഒടുക്കത്തെ തണുപ്പും സമ്മർ ആകുമ്പോൾ ഒടുക്കത്തെ വെയിലും, ആ ഒരു ക്ലൈമറ്റ് റീജിയൻ ആണ് ഏത് വരുന്നത്? മൗണ്ടേനിയസ് സോയിലിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഓർഗാനിക് മാറ്റർ ഒരുപാടാണ്. ഓർഗാനിക് മാറ്റർ എന്താണ്? ഭയങ്കര കൂടുതലാണ്. പക്ഷേ ഇതിൻ്റെ പ്രോസസ്സിങ് കൃത്യമായി നടക്കില്ല. കാരണം ഇതിൻ്റെ മണ്ണെന്ന് പറയുന്നത് എന്താണ്? അത്ര ബലഭൂഷ്ടിയുള്ളൊരു മണ്ണല്ല. പക്ഷേ ഇതിന് ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ടാവും. കാരണം എന്തുകൊണ്ടാണ്? അതിൻ്റെ സോയിൽ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയാസ് ആണ്. മണ്ണ് എപ്പോഴും എന്ത് ചെയ്യും? ഇല കൊഴിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇല എന്ത് ചെയ്യും? ഡിക്കേ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ മണ്ണ് എപ്പോഴും ഓർഗാനിക് കണ്ടന്റ് ആയിരിക്കും. പക്ഷെ എന്ത് സംഭവിക്കില്ല? അതിൻ്റെ ഫോറസ്റ്റ് ഗ്രോത്തും അതുപോലെ തന്നെ ജനറലി ഷാലോ, ഇൻ ഡെപ്ത് ആൻഡ് ഇമ്മച്വർ ആയിട്ടുള്ള സോയിലാണ്. ഇൻഡെപ്ത് സോയിലല്ല, ഷാലോ ആയിട്ടുള്ള സോയിലാണ്. അതിൻ്റെ ലേയേഴ്സ് കറക്റ്റ് അല്ല. സോയിൽ ലേയേഴ്സ് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? സോയിൽ ലേയേഴ്സ്, സോയിൽ പ്രൊഫൈൽ എന്ന് പറയുന്നത്, അതിൽ A, B, C എന്ന് പറയുന്ന സോയിൽ ലെയറിംഗ് ഉണ്ട്. പക്ഷേ മൗണ്ടേനിയസ് സോയിൽ ആകുമ്പോൾ അവിടുത്തെ റോക്സിനൊക്കെ എന്താണ്? ഭയങ്കര ഹാർഡായിട്ടുള്ള എഫക്റ്റ് ആണ്. അതൊന്നും പെട്ടെന്ന് എന്ത് ചെയ്തില്ല? വെതറിങ് സംഭവിക്കില്ല. അങ്ങനത്തെ ഒരു സോയിൽ ലെയറിംഗ് ആണ്. ഈ ABC സോയിൽ ലെയറിംഗ് കൃത്യമായി നടക്കുന്നിടത്ത് മാത്രമേ എന്തുണ്ടാവൂ? ഈ മണ്ണിന് ചേഞ്ചസ് ഉണ്ടാവും. അത് ഫെർട്ടൈൽ ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം അതെന്തായി? ചുമ്മാ അതെന്താവും? സ്റ്റെറൈൽ ആവുന്ന ഒരു ഫീലാണ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. മൗണ്ടെയിൻ സോയിൽസ് ആർ ഫോം ഡ്യൂ ടു ദ അക്യുമുലേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ which is derived from the forest growth and is generally shallow, in depth and immature ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം. ഫോറസ്റ്റ് ആൻഡ് മൗണ്ടെയിൻ സോയിൽ ഇമ്മച്ചുവർ ആണ്, പക്ഷേ ഓർഗാനിക് കണ്ടന്റ് ഉണ്ടെന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി അടുത്ത ആരിഡ് ആൻഡ് ഡിസേർട്ട് സോയിൽസ് ആണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ആരിഡ് ആൻഡ് ഡിസേർട്ട് സോയിൽസിന്റെ അത് വരുന്നതെന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ രാജസ്ഥാൻ, സൗരാഷ്ട്ര, കച്ച്, അങ്ങനത്തെ ഡിസേർട്ട് ടൈപ്പ് ഏരിയയിൽ എന്ന് വെച്ചാൽ ഒട്ടും വെള്ളം കിട്ടാത്ത അരിഡ് ആയിട്ടുള്ള സെമി അരിഡ് റീജിയൻസിലാണ് ഏറ്റവും കൂടുതൽ ഡിസേർട്ട് സോയിൽസ് കാണുന്നത്. രാജസ്ഥാൻ ഭാഗങ്ങളിൽ, പഞ്ചാബ് ഭാഗങ്ങളിലൊക്കെയാണ് കാണുന്നത്. അത് ആലോചിക്കുക. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫ്രീക്വൻ്റ് ആയിട്ടാണ് റെയിൻഫാൾ സംഭവിക്കുന്നത് അല്ലേ? ഇൻഫ്രീക്വൻ്റ്, അവിടെ കണ്ടന്റ് ഇല്ല, ശരിക്കും ഓർഗാനിക് മാറ്റേഴ്സോ ഒന്നുമില്ല. അവിടെ എന്താണ്? വെള്ളം പോലും കൃത്യമായിട്ട് കിട്ടുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഏരിയയിൽ എന്തുണ്ടാവുന്നുണ്ടോ? എന്തെങ്കിലും അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാവുമോ? അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. സോയിൽ എന്ന് പറഞ്ഞാൽ സാൻഡി ആണ്. ശരിക്കും പറഞ്ഞാൽ സോയിൽ ഈ സാൻഡി വിത്ത് പുവർ ഓർഗാനിക് മാറ്റർ ആണ്. ലോ ഹ്യൂമസ് കണ്ടന്റ് ആണ്. അവിടെ ഹ്യൂമസ് എന്ന് പറയാൻ വേണ്ടി ഒന്നുമില്ല. ഡീക്കേ ആവാൻ വേണ്ടി പറ്റിയ ഒരു സാധനം പോലും അവിടെ ഇല്ല. ഇൻഫ്രീക്വൻ്റ് ആയിട്ടാണ് റെയിൻഫാൾ കിട്ടുന്നത്. ലോ മോയ്സ്ചർ ആണ്. ലോങ് ഡ്രോട്ട് സീസൺ ആണ്. അതുമാത്രമല്ല എന്താണ്? വരണ്ട സീസൺ ആണ്. ഡ്രൈ സീസൺ ആണ് എപ്പോഴും. അഥവാ അവർക്ക് ഇത്തിരി വെള്ളം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് മഴ വരണം എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സോയിൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 to 95% സാൻഡാണ്. 5 to 10% ക്ലേയുടെ അംശം ഉള്ളത് കൊണ്ടാണ് ചിലപ്പോൾ അവിടെ എന്തുണ്ടാവുന്നത്? ഷ്രബ് പോലത്തെ ചില എന്തുണ്ടാവുന്നത്? ട്രീസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഫോസ്ഫേറ്റ് കണ്ടന്റ് ഇൻ ദ സോയിൽ ഹൈ ആണ്, വൈൽ ദ നൈട്രജൻ കണ്ടന്റ് ലോ ആണ്. ഇവിടെ ഉണ്ടാവുന്ന എന്താണ്? കാക്ടസ്, ഷ്രബ്സ് പോലത്തെ പെർമനന്റ് വെജിറ്റേഷൻ ആണ് ഉണ്ടാവുന്നത്. പിന്നെ എന്താണ്? അടുത്തുള്ള കനാൽസ്, ഇറിഗേഷൻ വഴിയൊക്കെ സംഭവിച്ചിട്ടുള്ള ഹരിക്കെ വെറ്റ്ലാൻഡ്, നമ്മുടെ പഞ്ചാബ് റീജിയൻ്റെ അടുത്താണ് ഹരിക്കെ വെറ്റ്ലാൻഡ് ഒക്കെ ഉള്ളതല്ലേ? ഹരിക്കെ അതൊക്കെ ഉള്ളത് അടുത്താണ്. പിന്നെ ഇന്ദിര കനാലൊക്കെ ഉണ്ട്. അങ്ങനത്തെ കനാൽസിൽ നിന്നൊക്കെ ഇറിഗേഷൻ കിട്ടുമെങ്കിൽ അതൊരു സപ്പോർട്ടീവ് റീജിയൻ ആയിട്ട് അവരെന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. പഞ്ചാബ്, ഹരിയാന ഭാഗങ്ങളിലൊക്കെ. പക്ഷേ മെജോറിറ്റി എന്താണ്? ഡിസേർട്ട് സോയിൽസ് അങ്ങനെ കൾട്ടിവേഷന് നമുക്ക് പറ്റിയ ഒരു ലാൻഡ് അല്ല എന്നുള്ളതാണ്. അവിടെ എന്താണ്? ഇൻഫ്രീക്വന്റ് റെയിൻഫാൾ ആയതുകൊണ്ട് തന്നെ വെള്ളം സപ്പോർട്ട് ആവില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത് കേട്ടോ. അത് ആലോചിക്കുക. ഇനി അടുത്ത് നമുക്ക് സെലൈൻ ആൻഡ് ആൽക്കൈൻ സോയിൽ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഒരു
എന്തെന്ന് പറയാം നമുക്ക് ഫലഭൂഷ്ടിയായിട്ടുള്ള മണ്ണല്ല. ഇതെന്താണ് ശരിക്കും പറഞ്ഞാൽ ദീസ് ആർ പുവർ ഇൻ ഡ്രെയിനേജ് ആൻഡ് ഇൻഫെർട്ടൈൽ ഫോർ കൾട്ടിവേഷൻ. ശരിക്കും കൾട്ടിവേഷന് പറ്റിയ ലാൻഡേ അല്ല. എപ്പോഴും എന്താണ് സോയിലിന് ഉപ്പിന്റെ അംശം ബേസിസിറ്റി കൂടുതലാണ്. അങ്ങനെ ഒരു സോയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ദീ സോയിൽസ് ഒക്കേഴ്സ് ഇൻ ഏരിയ ഹാവിങ് എ ലിറ്റിൽ മോർ റെയിൻഫാൾ ദാൻ ദ ഏരിയാസ് ഓഫ് ഡിസേർട്ട് സോയിൽസ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഡിസേർട്ട് സോയിൽസിനും എന്താണ് കൾട്ടിവേഷന് പറ്റില്ല. സലൈൻ ആൻഡ് ആൽക്കലൈൻ സോയിൽസും എന്ത് പറ്റില്ല, കൾട്ടിവേഷന് പറ്റില്ല. കാരണം രണ്ടും ഏകദേശം എന്താണ്, ഇതിന് റെയിൻഫാൾ ഇല്ല, ഇതിന് കുറച്ച് ലിറ്റിൽ റെയിൻഫാൾ കിട്ടും എന്ന് പറയാനേ പറ്റുള്ളൂ. ദേ ഷോ വൈറ്റ് ഇൻക്രസ്റ്റേഷൻ ഓഫ് സോൾട്ട് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം ആൻഡ് സോഡിയം ഓൺ ദ സർഫസ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്താണ് ഡിപ്പോസിറ്റ് കൂടുതലാണ്. ഉപ്പിന്റെ സോഡിയത്തിന്റെ ഇത് കൂടുതലാണ്, കാൽഷ്യത്തിന്റെ സോൾട്സ് കൂടുതലാണ്, മെഗ്നീഷ്യം സോൾട്സും കൂടുതലാണ്. അങ്ങനെ സോൾട്സിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് അതിങ്ങനെ നിൽക്കുന്നത്. പക്ഷെ അതിന് ഡ്രെയിനേജ് കപ്പാസിറ്റിയോ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റിയോ ഇൻഫെർട്ടിലിറ്റിയോ അങ്ങനത്തെ ഒരു എന്താണ് ഫെർട്ടൈൽ ലാൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു റീജിയൻ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് അതും അത്ര നല്ല ഏരിയ അല്ല. ഇനി അടുത്ത പീറ്റി ആൻഡ് മാർഷി സോയിൽസ് ഉണ്ട്. പീറ്റി ആൻഡ് മാർഷി സോയിൽസ്, ദീസ് ആർ സോയിൽസ് വിത്ത് എ ലാർജ് എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ. പീറ്റ് അല്ലേടാ പീറ്റ്. പീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർഗാനിക് ഡിപ്പോസിഷൻ ആണ്, ഓർഗാനിക് ഡീകേ വേസ്റ്റുകളെയാണ് പീറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ മാർഷി സോയിൽസ് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഓർഗാനിക് മാറ്ററിൽ ഏറ്റവും ഹൈ ആണ് ആൻഡ് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് സോലുബിൾ സാൾട്ട്. മാത്രമല്ല ആവശ്യത്തിന് വേണ്ടതായിട്ടുള്ള സോൾട്ടുകളും അതിൽ എന്താണ് പ്രസന്റ് ആണ്. ദ മോസ്റ്റ് ഹ്യൂമിഡ് റീജിയൻസ് ഹാവ് ദിസ് ടൈപ്പ് ഓഫ് സോയിൽ. അതായത് അത്യാവശ്യം മഴ പെയ്യുന്ന ഹ്യൂമിഡ് ആയിട്ടുള്ള ഏരിയാസിലാണ് എന്ത് കാണുന്നത്, പീറ്റി ആൻഡ് മാർഷി സോയിൽസ് കാണുന്നത്. ദേ ആർ ബ്ലാക്ക്, ഹെവി ആൻഡ് ഹൈലി അസിഡിക് പോലെയാണ് നിൽക്കുന്നത്. ദേ ആർ ഡെഫിഷ്യന്റ് ഇൻ പൊട്ടാഷ് ആൻഡ് ഫോസ്ഫേറ്റ്. പൊട്ടാഷ്യം ഫോസ്ഫേറ്റ് ഒക്കെ കുറവാണെങ്കിൽ പോലും അത്യാവശ്യം ഓർഗാനിക് കണ്ടന്റിൽ കൂടുതലാണ് ഏതെന്ന് പറയുന്നത് പീറ്റ് ആൻഡ് മാർഷി ഏരിയാസ്. അത് ചില ഏരിയാസിൽ ഈവൻ കേരള, കർണാടക, തമിഴ്നാട് റീജിയൻസിലെല്ലാം ഉണ്ട്. എന്ന് വെച്ചാൽ പീറ്റ് ഏറ്റവും ഓർഗാനിക് മാറ്റേഴ്സ് കിട്ടുന്ന, അതേസമയം വെള്ളത്തിന്റെ പ്രസൻസ് അത്യാവശ്യം കിട്ടുന്ന ഏരിയയിലാണ് അത് കാണുന്നത്. അതാണ്, അതൊന്നും അങ്ങനെ എടുത്ത് ചോദിക്കുന്ന സാധനങ്ങളല്ല, പക്ഷെ 8 എണ്ണം ഉള്ളത് കൊണ്ട് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നമുക്ക് എങ്ങനെയാണ് ഈ സോയിൽസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് സോയിൽ ഫൗണ്ട് ഇൻ ഇന്ത്യ കവർ അബൌട്ട് 40% ഓഫ് ടോട്ടൽ ഏരിയ ഓഫ് ദ കൺട്രി. നമ്മൾ ഇന്ന് പഠിച്ച സെക്ഷനിൽ നിന്നുള്ള MCQs ആണ്. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ക്ലാസ് കണ്ടിട്ട് എന്ത് ചെയ്യുക, ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാലും നമ്മൾ പറഞ്ഞു പോവാം, നിങ്ങൾ ജസ്റ്റ് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് സോയിൽ ഫൗണ്ട് ഇൻ ഇന്ത്യ കവർ അബൌട്ട് 40%. 40% കൺട്രിയിൽ ഏതാണുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് തന്നെയാണ്, അലൂവിയൽ സോയിൽസ് ആണ് അല്ലെ. അലൂവിയൽ സോയിൽസ് ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹൈ ഫെർട്ടൈൽ ലാൻഡ് ആണിത്. Which plateaus are very fertile because they are rich in black soil that is very good for farming. ഏത് പ്ലാറ്റ്യൂലാണ് ഫെർട്ടൈൽ, വെരി ഫെർട്ടൈൽ ബിക്കോസ് ദേ ആർ റിച്ച് ഇൻ ബ്ലാക്ക് സോയിൽ. ബ്ലാക്ക് സോയിൽ കൊണ്ട് ഫെർട്ടൈൽ ആയിട്ടുള്ള പ്ലാറ്റ്യൂ ഏതെന്നാണ് ചോദിക്കുന്നത്. ഏത് പ്ലാറ്റ്യൂ ആണ്? ഒരേ ഒരു പ്ലാറ്റ്യൂ, ഡെക്കാൻ ലാവ പ്ലാറ്റ്യൂ. ലാവയുടെ പ്ലാറ്റ്യൂ ആണ് ഡെക്കാൻ ലാവ പ്ലാറ്റ്യൂ അല്ലേ. ഡെക്കാൻ ലാവ, കാരണം എന്തുകൊണ്ടാണ്, വോൾക്കാനിക് ഇറപ്ഷൻ കാരണമാണ് ബ്ലാക്ക് സോയിൽ ഉണ്ടായത്. അതുകൊണ്ട് ലാവയുള്ള പ്ലേറ്റ്യൂലാണ് ഏറ്റവും കൂടുതൽ അത് കാണുന്നത്. ഇൻ ഇന്ത്യ കോട്ടൺ ക്രോപ്പ് ഈസ് മെയിൻലി ഗ്രോ ഇൻ എവിടെയെന്നാണ് ചോദിക്കുന്നത്. കോട്ടൺ ക്രോപ്പ് അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ബ്ലാക്ക് സോയിലിന്റെ ക്രോപ്പ് എവിടെയാണ് കാണുന്നത്? കോട്ടൺ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ബ്ലാക്ക് സോയിൽ എന്നാണ് ഓർമ്മ വരേണ്ടത് അല്ലേ. കോട്ടൺ ക്രോപ്പ് ഏറ്റവും കൂടുതൽ പൊടിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്ലാക്ക് സോയിലാണ്. റെഡ് ആൻഡ് യെല്ലോ സോയിൽസ് ക്യാൻ ഈസിലി ബി ഫൗണ്ട് ഇൻ പാർട്സ് ഓഫ് ഡാഷ് ആൻഡ് ഡാഷ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. റെഡ് ആൻഡ് യെല്ലോ സോയിൽസ്, റെഡ് അല്ലെങ്കിൽ യെല്ലോ സോയിൽസ് ഏറ്റവും കൂടുതൽ കാണുന്നത് എവിടെയെന്നാണ് ഞാൻ പറഞ്ഞത്. ഏത് ഭാഗത്താണ്? ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂലാണ് കാണുന്നത്. അതായത് എവിടെയാണ് വരുന്നത്? നമ്മുടെ സൗത്ത് ഈസ്റ്റേൺ ഭാഗത്താണ്. ഒഡീഷ ആൻഡ് ഛത്തീസ്ഗഡ് അല്ലെങ്കിൽ ജാർഖണ്ഡിൽ ഒക്കെയാണ് എന്ത് കാണുന്നത്, ഈ പറയുന്ന റെഡ് ആൻഡ് യെല്ലോ സോയിൽസ് കാണുന്നതെന്ന് ആലോചിക്കുക. When we travel across the countryside, we see red soils in many regions. What is the reason for its color? Red soil കാണാറുണ്ട് many regions. അതിന്റെ റീസൺ എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ് റെഡ് സോയിൽ കാണണമെങ്കിൽ അതിന്റെ റീസൺ ഒന്നേ ഉള്ളൂ. എന്താണത്? എന്തിന്റെ പ്രസൻസ് ആണ്? അബണ്ടൻസ് ഓഫ് ഫെറിക് ഓക്സൈഡ്സ്. ഫെറിക് എന്ന് പറഞ്ഞാൽ അയണിന്റെ പ്രസൻസ് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ഈ പറയുന്ന കൺട്രി സൈഡിൽ റെഡ് കളർ ഉണ്ടാവുന്നത്. ഇനി അടുത്ത ഫൗണ്ട് ഇൻ തമിഴ്നാട്, ഒഡീഷ, ചോട്ടാ നാഗ്പൂർ ആൻഡ് സ്മോൾ പാർട്ട് ഓഫ് മേഘാലയ. ഇറ്റ് ഈസ് റെഡ് ഇൻ കളർ ആൻഡ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിന് പറ്റാത്ത, എന്നാൽ തമിഴ്നാട്ടിലും ഒഡീഷയിലും ചോട്ടാ നാഗ്പൂർ വേറ്റിലും മേഘാലയയിലൊക്കെ കാണുന്ന ആ റെഡ് സോയിൽ ഏതെന്നാണ് ചോദിക്കുന്നത്. അഗ്രികൾച്ചറിന് പറ്റിയതല്ല, പക്ഷേ പ്ലാന്റേഷൻ ക്രോപ്സ് പോലെയുള്ള ക്രോപ്സിന് മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ വലിയ പാഡി പോലെയുള്ള അഗ്രികൾച്ചറിന് പറ്റുന്ന ഒരു ഏരിയ അല്ല. പക്ഷെ റെഡ് ഇൻ കളറാണ്. അത് ഏതാണ് ലാറ്ററൈറ്റ് സോയിലാണ് കേട്ടോ. ഫൗണ്ട് ഇൻ തമിഴ്നാട്, ഒഡീഷ, ചോട്ടാ നാഗ്പൂർ ആൻഡ് സ്മോൾ പാർട്ട് ഓഫ്. ഓക്കെ, റെഡ് സോയിൽ വരത്തില്ല, പക്ഷെ എന്താണ് റെഡ് ഇൻ കളറാണ്. പക്ഷെ അഗ്രികൾച്ചറിന് സ്യൂട്ടബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥം ഏതാണ്? ലാറ്ററൈറ്റ് സോയിലാണ്.
കരേവ എ ടൈപ്പ് ഓഫ് സോയിൽ സിൽറ്റ് ഈസ് ഫൗണ്ട് ഇൻ. കരേവ എന്ന് പറയുന്ന ഒരു സോയിൽ എന്ന് പറയുന്നത് എവിടെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നതെന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ആൻസർ എന്താണ്? ജമ്മു ആൻഡ് കാശ്മീർ ആണ് കേട്ടോ. അത് ഇതിൽ പറഞ്ഞില്ലെങ്കിൽ പോലും ഇങ്ങനെയാണ്. നമ്മൾ എന്ത് പഠിച്ചാലും അഡീഷണൽ ഒരു പോയിന്റ് എവിടെന്നെങ്കിലും നമ്മളത് ചോദിക്കും എപ്പോഴും ക്വസ്റ്റ്യനിൽ. അപ്പൊ കരേവ എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലെ ഒരു സോയിൽ ടൈപ്പാണ്. മൗണ്ടേനിയസ് സോയിലിന്റെ ഒരു ടൈപ്പായിട്ടാണ് അത് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കൾട്ടിവേറ്റ് റെഡ് സോയിൽ ബിക്കോസ്. എന്തുകൊണ്ടാണ് റെഡ് സോയിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പാടെന്ന് പറയുന്നത്? പക്ഷെ കൾട്ടിവേഷൻ നടക്കാറുണ്ട്, പക്ഷെ പാടെന്ന് പറയാൻ കാരണം എന്താണ്? അതെന്ത് ടെക്സ്ചറാണ് ശരിക്കും പറഞ്ഞാൽ? റെഡ് സോയിൽ ഒരു ക്ലേയി ടെക്സ്ചറാണ്. അതുകൊണ്ട് അതെന്താണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ? അതിന് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്താണ് ശരിക്കും പറഞ്ഞാൽ? റെഡ് സോയിൽ എന്താണ്? ലോമി ടെക്സ്ചറാണ്. ലോമി ടെക്സ്ചറാണ്. ഇറ്റ്സ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്താണ്? ലോയാണ് കേട്ടോ. ഇതിന്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്താണ്? ലോയാണ്. അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് റെഡ് സോയിൽ ഡിഫിക്കൽട്ട് ടു കൾട്ടിവേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര പോയിന്റ്സ് ആണ് നമ്മളിന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സോയിൽ എന്ന് പറയുന്ന ഒരു പോർഷനാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക, നന്നായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. ഗ്രൂപ്പ് ഡിക്ക് നല്ല ടൈമുണ്ട്, മാക്സിമം നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്